ലോകത്തിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും ഒരു വ്യക്തിയെ പേടിപ്പിക്കുമ്പോൾ, ഭയപ്പെടുത്തുമ്പോൾ, ഞാൻ എവിടെയാണ് എനിക്കൊരു മരുന്നുള്ളത്? അതാണ് ഇന്നത്തെ നമ്മുടെ ദൈവവചനം. ആദ്യത്തെ കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഭയം ദൈവം സൃഷ്ടിച്ചതാണോ? അതാണ് ആദ്യം നമ്മൾ ചിന്തിക്കാൻ പോകുന്നത്. സയൻസ് അനുസരിച്ചും സയന്റിസ്റ്റുമാർ കണ്ടുപിടിച്ചതനുസരിച്ചും സൃഷ്ടിപ്പിൽ ദൈവം 3 കാര്യങ്ങളിൽ മാത്രമേ എൻ്റെ അറിവ്, ആൻഡ് മൈ നോളജ് ക്യാൻ ബി ലിമിറ്റഡ്, ഒരു പക്ഷേ അതിനേക്കാൾ കൂടുതൽ കാര്യങ്ങൾ കാണുമായിരിക്കും, എനിക്കറിയത്തില്ല. ഞാൻ പഠിച്ചവരെ 3 കാര്യത്തിലാണ് നാച്ചുറലായിട്ട് ഫിയർ ഉള്ളത്. ഒന്ന്, ദ ഫിയർ ഓഫ് ഹൈറ്റ്. അതായത് അതുകൊണ്ടാണ് നമുക്ക് ചിലപ്പം പൊക്കമുള്ള സ്ഥലത്ത് കയറിയിട്ട് താഴോട്ട് നോക്കുമ്പോൾ നമുക്കൊരു പേടി തോന്നും. ആ പേടി നാച്ചുറലായിട്ട് നമ്മുടെ ഉള്ളിൽ ഇൻസ്റ്റിൽ ചെയ്തിരിക്കുക അപ്പൻ സൃഷ്ടിച്ചപ്പോൾ തന്നെ. എന്താ കാര്യം ചോദിച്ചാൽ, എടുത്ത് ചാടാതെ ഇരിക്കാൻ വേണ്ടിയിട്ടാണ് ആ ഹൈറ്റിൽ നിന്ന് താഴോട്ട് നോക്കുമ്പോൾ ഒരു പേടി തോന്നും. ഇറ്റ് ഈസ് നാച്ചുറൽ. 2, ഹൈ സൗണ്ട് പെട്ടെന്ന് കൂടുകയാണെങ്കിൽ പെട്ടെന്ന് നമുക്കൊരു പേടി വരും. ഒന്നും നമ്മൾ അവിടുന്ന് ചാടി വെളിയിൽ ഇറങ്ങും, അല്ലവരോട് പറയും പെട്ടെന്ന് ഓഫ് ചെയ്യാൻ പറയും. അതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ചാൽ, സൗണ്ട് അബ്നോർമലി വലുതായി കഴിഞ്ഞാൽ ഇയർ ഡ്രം ബ്രേക്ക് ആവും. അതുകൊണ്ടാണ് ആ ഒരു ഫിയർ നാച്ചുറലായിട്ട് ഒരു വ്യക്തിയുടെ ഉള്ളിലുണ്ട്. 3ാമത്തെ ഫിയർ, നമ്മൾ ഒരു പ്രതിസന്ധിയായ ഒരു ഘട്ടത്തിൽ വരുമ്പോൾ അവിടെ പെട്ടെന്നൊരു ഉള്ളിലൊരു ഇൻസ്റ്റന്റ് പേടിയാണ്. അത് ആ സമയത്തേക്കിന് വരുന്ന പേടിയാണ്. ഫോർ എക്സാമ്പിൾ, ഒരു വൈൽഡ് ആനിമലിനെ കണ്ടു, പെട്ടെന്ന് ഇവിടെ ഒരു പേടി വരും. അതെന്തിനാണെന്ന് ചോദിച്ചാൽ, അവിടെ നിന്ന് രക്ഷപ്പെടാനായിട്ട്, ആ റെസ്പോൺസ് ട്രിഗർ ചെയ്യാനായിട്ടാണ് ആ ഫിയർ. പക്ഷെ അത് ഇൻസ്റ്റന്റ് ഫിയറാണ്, അതൊരിക്കലും നിലനിൽക്കത്തില്ല. ആ ഒരു പ്രയാസം നമ്മൾ അനുഭവിക്കുന്ന ആ ഒരു പ്രതിസന്ധി വരുമ്പം പെട്ടെന്നൊരു ഫിയർ, നിങ്ങളെല്ലാവരും അത് അനുഭവിച്ചു കാണും. പെട്ടെന്നൊരു ഫിയർ അകത്ത് വരും. പക്ഷെ അതെന്തിനാന്ന് ചോദിച്ചാൽ, അവിടെ നിന്ന് ഉടനെ എസ്കേപ്പ് ആകാനായിട്ട്. ഇതെല്ലാം നമ്മുടെ അപ്പ സൃഷ്ടിച്ചപ്പോൾ തന്നെ ഉള്ളിൽ വെച്ചിരിക്കുന്ന എന്തിനാണെന്ന് വെച്ചാൽ, നമ്മുടെ ഗുണത്തിന് വേണ്ടിയാണ് ഇത് വെച്ചിരിക്കുന്നത്. ഇത് നമ്മളെ രക്ഷപ്പെടുത്താനുള്ള പേടികളാണ്. ഇതൊരിക്കലും നമ്മളെ നശിപ്പിക്കുന്ന പേടികളല്ല. ഇത് നമുക്കൊരു ദോഷം സംഭവിക്കാതെ നമ്മളെ രക്ഷപ്പെടുത്താനുള്ള ഫിയറാണ്, പേടിയാണ് ഇതെല്ലാം. എന്നാൽ ഈ പേടികളല്ലാതെ വേറെ ഒന്നും നമ്മുടെ അപ്പൻ സൃഷ്ടിച്ചിട്ടില്ല. എങ്കിലും ഈ ലോകത്തിലുള്ള എല്ലാവരും അത് അനുഭവിക്കുന്നു. പക്ഷേ ദൈവമക്കളും ഇടയ്ക്ക് ഇത് അനുഭവിക്കുന്നു. ഈ ലോകത്തിൽ ആ പേടിയെയും ഭയത്തെയും മാറ്റുവാൻ ഒരു വ്യക്തിക്ക് മാത്രമേ സാധിക്കത്തുള്ളൂ. അവൻ്റെ പേര് യേശു എന്ന്. വേറെ ആരെ കൊണ്ടും ആ പേടി മാറ്റാൻ സാധിക്കത്തില്ല. പക്ഷെ എങ്കിലും ദൈവമക്കൾ പലപ്പോഴും പേടിയിൽ കൂടെ കടന്നു പോകുന്നു, ആശങ്കയിൽ കൂടെ കടന്നു പോകുന്നു, പ്രശ്നത്തിൽ കൂടെ കടന്നു, ആകുലതയിൽ കൂടെ കടന്നു പോകുന്നു. ഇറ്റ് ഈസ് മോർ ഇൻസൈഡ്, അത് ഉള്ളിലാണ് അനുഭവിക്കുന്നത്. അപ്പൊ പലപ്പോഴും ഇത് എന്തുകൊണ്ട് സംഭവിക്കുന്നു എന്ന് അറിയത്തില്ല. ഇതിന് നമ്മൾ എങ്ങനെയും മരുന്ന് കണ്ടുപിടിക്കാൻ നോക്കുക, ഇതെങ്ങനെ മാറും. സോ ഇന്ന് ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിൽ പരിശുദ്ധാത്മാവ് എൻ്റെ ഉള്ളിൽ തന്ന ചില രഹസ്യങ്ങൾ ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കാൻ പോകും. ആൻഡ് ഐ വാണ്ട് യു ടു കം വെരി ഫാസ്റ്റ് വിത്ത് മീ. നമ്മൾ വളരെ സ്പീഡിലായിരിക്കും പോകുന്നത്. ഇതിന് അടിസ്ഥാനപരമായിട്ട് നമ്മൾ എടുക്കാൻ പോകുന്ന സ്ക്രിപ്ചർ 23-ാം സങ്കീർത്തനമായിരിക്കും. ഇത് ദാവീദ് എഴുതിയ സങ്കീർത്തനമാണ്. ഈ സങ്കീർത്തനം പലപ്പോഴും നമ്മളിൽ പലരും കാണാതെ പഠിച്ചിട്ടുള്ള സങ്കീർത്തനമാണ്, നമ്മൾ പലരും ഉപയോഗിക്കുന്ന സങ്കീർത്തനമാണ്. പക്ഷെ ഇന്ന് ആ സങ്കീർത്തനത്തിൽ നിന്നാണ് നമ്മൾ തുടങ്ങാൻ പോകുന്നത്. നമ്മുടെ ചിന്താവിഷയം, എന്തുകൊണ്ട് ദൈവമക്കൾക്ക് ഭയവും പേടിയും ഉണ്ടാകും, അതിൻ്റെ അടിസ്ഥാനം എന്താണ്, അത് അപ്പൻ സൃഷ്ടിച്ചതല്ലെങ്കിൽ എന്തുകൊണ്ട് അത് അനുഭവപ്പെടുന്നു, അതിലേക്കാണ് നമ്മൾ ഇന്ന് കിടക്കാൻ പോകുന്നത്. സോ സങ്കീർത്തനം 23 അതിൻ്റെ 1-ാം വാക്യം തുടങ്ങി നമുക്ക് വായിക്കാം. പയ്യെ വായിച്ചു പോകാം. 1-ാമത്തെ വാക്യം വായിക്കപ്പെടുന്നു, ശ്രദ്ധിക്കുക.
യഹോവ എൻ്റെ ഇടയനാകുന്നു, യേശു എൻ്റെ ഇടയനാകുന്നു. എനിക്ക് മുട്ടുണ്ടാകുകയില്ല. അപ്പോൾ യേശുവിനെ ഇടയനായി കൊണ്ട ഒരു ആടിൻ്റെ കഥ പറയുന്നത് പോലെയാണ് സങ്കീർത്തനക്കാരൻ ഇതിനെ അവതരിപ്പിക്കുന്നത്. പക്ഷെ ശരിക്കും ഇത് തൻ്റെ പ്രൊഫഷൻ ഒരു ആട് മേയ്ക്കുന്ന പ്രൊഫഷൻ ആയതുകൊണ്ടാണ് താൻ അതിനെ ഒരു ഉപമയായി എടുത്ത് പറയുന്നത്. പക്ഷെ ഇത് ശരിക്കും പറയുന്നത് നമ്മളെക്കുറിച്ചാണ്. അപ്പൊ യേശുവിനെ ഇടയനായി കൊണ്ട ഒരു ആടിന് അതിന് മുട്ടുണ്ടാകത്തില്ല. നമ്പർ 1. അടുത്ത വാക്യം വായിക്കപ്പെടുന്നു, ശ്രദ്ധിക്കുക. പച്ചയായ പുൽപ്പുറങ്ങളിൽ അവൻ എന്നെ കിടത്തുന്നു. ശ്രദ്ധിച്ചോണേ, പച്ചയായ പുൽപ്പുറങ്ങളിൽ ആരാണ് എന്നെ കിടത്തുന്നത്? യേശുവാണോ എൻ്റെ കർത്താവ്? ഞാൻ യേശുവിനെ കർത്താവായി സ്വീകരിച്ചിട്ടുണ്ടോ? യേശുവിനെ എൻ്റെ നാഥനായി സ്വീകരിച്ചിട്ടുണ്ടോ? അങ്ങനെയാണെങ്കിൽ അവൻ്റെ മകനും മകളും ആകുവാനായിട്ടുള്ള അവകാശം എനിക്ക് കിട്ടിക്കഴിഞ്ഞു. ഇന്നെന്നെ ശ്രദ്ധിക്കുന്ന ആർക്കെങ്കിലും ആ അനുഭവം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ലെങ്കിൽ ഇന്നൊരൊറ്റ വാക്ക് നിങ്ങളായിരിക്കുന്ന സ്ഥാനത്തിൽ നിന്ന് പ്രാർത്ഥിച്ചാൽ മതി. യേശുവേ, എൻ്റെ ജീവിതത്തിലേക്ക് നീ ഒന്ന് കടന്നു വരണമേ, എൻ്റെ കർത്താവായി ഞാൻ നിന്നെ സ്വീകരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഇന്ന് ദൈവ മകനും ദൈവ മകളും ആകാനുള്ള അധികാരം നിങ്ങൾക്ക് തരും. അങ്ങനെ അവനെ സ്വീകരിച്ച വ്യക്തി അവനെ പിന്നെ ദൈവമേ എന്നല്ല വിളിക്കുന്നത്. വചനം പറയുക, അബ്ബ പിതാവേ എന്ന് വിളിക്കുന്ന സ്വപുത്രന്റെ ആത്മാവിനെയാണ് അവൻ നൽകുന്നത്. സോ ഈ വചനം പറയാണ്, യേശുവിനെ ഇടയനായി കൊണ്ട ആടിനെ നടത്തുന്ന ആരാ? ഇടയൻ. എവിടെയാ നടത്തുന്നത്? വായിച്ചേ. അവൻ പച്ചയായ പുൽപ്പുറങ്ങളിൽ, അവൻ അണ്ടർലൈൻ ചെയ്തോണം, വാക്ക് അണ്ടർലൈൻ ചെയ്തോണം. അവൻ എന്നെ കിടത്തുന്നു. ആര്? യേശു എന്നെ കിടത്തുന്നു. എൻ്റെ അപ്പൻ എന്നെ പച്ചയായ പുൽപ്പുറങ്ങളിലാണ് എന്നെ കിടത്തുന്നത്. അടുത്തത് വായിച്ചു. സ്വസ്ഥതയുള്ള വെള്ളത്തിനരികത്തേക്ക് അവൻ എന്നെ നടത്തുന്നു. ഞാൻ നടത്തപ്പെടുക, ഞാനല്ല നടക്കുന്നത്, ഞാൻ നടത്തപ്പെടുക. യേശുവിൽ വിശ്വസിക്കുന്ന ഓരോ വ്യക്തിയും നടത്തപ്പെടുമ്പോൾ അവൻ പച്ചയായ പുൽപ്പുറങ്ങളിലായിരിക്കും കിടക്കുന്നത്. പച്ചയായ പുൽപ്പുറങ്ങളിൽ കിടക്കുന്നെന്ന് പറയുമ്പോൾ ഓർത്തോണം, ആടുകളുടെ ഏറ്റവും ഫേവററ്റ് ഫുഡ് പുല്ല. നല്ല പച്ച പുല്ലാണ് ആടുകളുടെ ഏറ്റവും ഫേവററ്റ് ഫുഡ്. പച്ചയായ പുൽപ്പുറത്തിൻ്റെ മേളിൽ ആ ആടുകൾ കിടക്കണേൽ അതിൻ്റെ അർത്ഥം കഴിച്ചു വയറ് നിറഞ്ഞതിന് ശേഷമാണ് ആ ആടുകൾ പച്ചയായ പുൽപ്പുറത്തിൻ്റെ മേളിൽ കിടക്കുന്നത്. നോക്കിക്കോണേ, അപ്പം എന്തുമാത്രം കഴിച്ചതിന് ശേഷം പിന്നെ കിടക്കുന്നത് ബാക്കിയുള്ള പുല്ലിന്റെ മേളിലല്ല, കിടക്കുന്നത് പിന്നെ മുഴുവൻ പച്ചയായ പുല്ലിൽ. വിച്ച് മീൻസ് there is plenty. ആര് നടത്തുമ്പോൾ? അപ്പൻ നടത്തുമ്പോൾ. മാത്രമല്ല, സ്വസ്ഥതയുള്ള വെള്ളം എന്ന് വെച്ചാൽ അവിടെ അസ്വസ്ഥതയില്ല, അവിടെ അസമാധാനമില്ല, അവിടെ പ്രശ്നമില്ല, അവിടെ അടിതടിയില്ല, അവിടെ ഇത് നിന്റേതാണോ എൻ്റേതാണോ അടിയില്ല. നിനക്ക് വേണ്ടി മാത്രമുള്ള സ്വസ്ഥതയുള്ള വെള്ളത്തിനരികത്തേക്കാണ് അപ്പൻ നടത്തുന്നത്. നൗ മൂന്നാമത്തെ വാക്യം വായിക്കപ്പെടുന്നു, ശ്രദ്ധിക്കുക. എൻ്റെ പ്രാണനെ അപ്പൻ തണുപ്പിക്കും. എന്ന് വെച്ചാൽ എൻ്റെ ഹൃദയത്തെ സന്തോഷിപ്പിക്കുന്ന കാര്യങ്ങളാണ് എൻ്റെ അപ്പൻ ചെയ്യുന്നത്. അടുത്തത്, തിരുനാമ നിമിത്തം ഞാൻ നീതിയിൽ നടക്കുകയല്ല, എന്നെ അവൻ നീതിയിൽ നടത്തുക. എൻ്റെ അപ്പൻ എന്നെ നീതിയായിട്ടുള്ള വഴിയിൽ കൂടെ, എന്ന് വെച്ചാൽ ശരിയായ വഴിയിൽ കൂടെ തന്നെ എന്നെ നടത്തും. ഞാൻ നടക്കുകയല്ല, ഞാൻ നടത്തപ്പെടുക. ഞാൻ കിടന്നതല്ല, എന്നെ കിടത്തിയതാണ്. സ്വച്ഛമാം ജലത്തിനടുക്കത്തേക്ക് ഞാൻ നടന്നതല്ല, എന്നെ നടത്തിയതാണ്. അപ്പൊ ഇവിടെ ഇടയനാണ് മുന്നിൽ, ഞാൻ പിന്നിൽ. വചനം പറയുകയാണ്, യേശു ഇങ്ങനെ പറഞ്ഞു, എൻ്റെ ആടുകൾ എൻ്റെ ശബ്ദം കേൾക്കുന്നു, അവ എന്നെ അനുഗമിക്കുന്നു. എന്ന് വെച്ചാൽ അനുഗമിക്കുന്നു എന്ന് പറഞ്ഞാൽ അവിടെ യേശു മുന്നിലാണ്, അപ്പൻ മുന്നിൽ നടത്തുക. വാ, നിന്നെ ഞാൻ പച്ചയായ പുൽപ്പുറത്തിൽ കിടത്താം. എന്ന് വെച്ചാൽ വയറ് നിറയെ കഴിപ്പിച്ചിട്ടാണ് കിടത്തുന്നത്.
സ്വസ്ഥതയുള്ള വെള്ളം എന്ന് വെച്ചാൽ അടിയില്ല, പിടിയില്ല, ഒന്നുമില്ല. സ്വസ്ഥതയുള്ള വെള്ളത്തിനരികത്തേക്ക് അവൻ നടത്തുക. പ്രാണനെ അവൻ തണുപ്പിക്കുക. തിരുനാമ നിമിത്തം നീതിപാതകളിൽ അവൻ എന്നെ നടത്തുക. ഞാൻ വിശുദ്ധിയിൽ നടക്കാൻ ആഗ്രഹിച്ചിട്ട് ഞാൻ നടന്നതല്ല, അവൻ എന്നെ വിശുദ്ധിയിൽ നടത്തുക. ഇപ്പൊ ശ്രദ്ധിച്ചോണേ, ഇനി വരാൻ പോകുന്ന ഇതുവരെ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഇടയന്റെ ശബ്ദം കേൾക്കുന്ന ആടിനുണ്ടായ അനുഭവങ്ങളാണ്. പക്ഷെ ഇനി വായിക്കാൻ പോകുന്ന വാക്യത്തിൽ ഒരു വാക്കിന് പ്രസക്തിയുണ്ട്. അതാണ് ഇന്ന് നിങ്ങളുടെ ശ്രദ്ധയിൽ ഞാൻ പെടുത്തുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. 4-ാമത്തെ വാക്യം വായിക്കപ്പെടുന്നു, ശ്രദ്ധിക്കുക. കൂരിരുൾ താഴ്വരയിൽ കൂടെ ആര് നടന്നാലും. ഇംഗ്ലീഷ് ബൈബിൾ വായിക്കണം, അവിടെ അണ്ടർലൈൻ ചെയ്തോണം, ഇംഗ്ലീഷ് ബൈബിൾ റെഫർ ചെയ്യാനായിട്ട്. Though I walk through the valley of the shadow of death, I will fear no evil. അവിടെ ഒരു ഞാൻ വിട്ടുപോയി. 2 ഞാനുണ്ട് അവിടെ, 2 ഞാൻ. ശ്രദ്ധിച്ചേ, കൂരിരുൾ താഴ്വരയിലോട്ട് എന്നെ നടത്തിയതല്ല, ഞാൻ നടന്നതാ. എന്നെ ശ്രദ്ധിച്ചു കേൾക്കണം. കൂരിരുൾ താഴ്വരയിലേക്ക് ഇടയനല്ല എന്നെ നടത്തിയത്, കൂരിരുൾ താഴ്വരയിൽ കൂടെ ഞാൻ നടന്നാലും. അവിടോട്ട് എന്നെ നടത്തിയതല്ല, ഇരുൾ ഇടയൻ തന്നതല്ല, ഇരുൾ അപ്പൻ കൊടുത്തതല്ല. അവിടോട്ട് നടന്നത് ഞാൻ എന്ന വ്യക്തിത്വം കയറി വന്നപ്പോഴാണ്. നല്ല ശ്രദ്ധിച്ചു നോക്കിയ ആ 3 വാക്യത്തിലും ഈ വാക്യത്തിലും തമ്മിലുള്ള വ്യത്യാസം നോക്കിയ. ഈ 3 വാക്യത്തിലും ഇടയനാ നടത്തുന്നത്. ഇടയന്റെ ശബ്ദം കേട്ട് ആട് നടക്കുക, കിട്ടുന്നതെല്ലാം ബോണസാ. പക്ഷെ 4-ാമത്തെ വാക്യത്തിൽ ഇടയനെ ബൈപ്പാസ് ചെയ്ത് ഞാൻ അങ്ങോട്ട് കയറി വന്നു. എവിടെ എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരെ ഞാൻ വരുന്നോ അവിടെയാണ് പേടിയുടെ വാതിൽ തുറക്കുന്നത്. എന്നെ വളരെ ശ്രദ്ധിച്ചു കേൾക്കുക. നമ്മുടെ പേടികളെല്ലാം ശ്രദ്ധിച്ചു നോക്കിയേ, എല്ലാ പേടികളും ഞാൻ എന്ന വട്ടത്തെ ചുറ്റിയുള്ള പേടികളാണ്. എൻ്റെ 3-ാമത്തെ സ്ട്രീറ്റിലുള്ള ആൾക്ക് കോവിഡ് വന്ന് മരിക്കുമോ എന്ന് എനിക്കൊരിക്കലും പേടി വരാറില്ല. പക്ഷെ എൻ്റെ ഭാര്യയ്ക്ക് കോവിഡ് വന്നാലോ, എൻ്റെ കുഞ്ഞുങ്ങൾക്ക് കോവിഡ് വന്നാലോ, എനിക്ക് കോവിഡ് വന്നാലോ, അപ്പുറത്തുള്ള വീട്ടിലുള്ള ആളുടെ ജോലി പോകുന്നതിൽ എനിക്ക് പേടി വരത്തില്ല. എൻ്റെ ജോലി പോയാലോ, എൻ്റെ മിനിസ്ട്രി പോയാലോ, എൻ്റെ കാര്യം നടന്നില്ലല്ലോ, അവിടെയാ പേടിയിരിക്കുന്നത്. ഞാൻ എന്ന വ്യക്തിത്വം എവിടെ കയറി വരുന്നോ അവിടെയാണ് പേടിയുടെ വാതിൽ തുറക്കുന്നത്. ഈ പേടി അപ്പൻ തരുന്ന പേടിയല്ല. ഈ പേടി അപ്പൻ തന്നതുമല്ല, അപ്പൻ നയിച്ചതുമല്ല. വചനം പറയുക, കൂരിരുൾ താഴ്വരയിൽ കൂടെ ഞാൻ നടന്നാലും. ഞാൻ കയറി വരാൻ തുടങ്ങിയപ്പോൾ അവിടെ കൂരിരുളായി. ഇരുൾ സൃഷ്ടിച്ചത് അപ്പനല്ല. ആടിന്റെ മെറ്റഫോറിൽ ഞാൻ പറയുകയാണെങ്കിൽ, ആടിന്റെ തന്നെ കാര്യത്തിൽ ഞാൻ പറയുകയാണെങ്കിൽ, ആട് ഒരുപക്ഷെ ചിന്തിച്ചു കാണുമായിരിക്കും, ഇന്ന് നല്ല പുല്ലുമൊക്കെ കിട്ടുന്നുണ്ട്, വെള്ളമൊക്കെ കിട്ടി, നാളെ കിട്ടുമോ? നാളെ എന്നായിത്തീരും? എൻ്റെ കൊച്ചുങ്ങളുടെ കാര്യം എന്നായിത്തീരും? എൻ്റെ ഭാവി എന്തായിത്തീരും? നോക്കിയേ, നമ്മുടെ പേടികളെല്ലാം നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയേ പ്രിയപ്പെട്ടവരെ, നമ്മുടെ പേടികളെല്ലാം ഞാൻ എന്ന സ്വയത്തിൽ അടങ്ങിയിരിക്കുന്നത്, അല്ലാതെ വേറെ ഒന്നിലും അല്ല അടങ്ങിയിരിക്കുന്നത്. പക്ഷെ ആ ഞാൻ എന്ന വ്യക്തിത്വം വെളിപ്പെടാത്തിടത്തോളം കാലം ഇടയൻ ബെസ്റ്റായിട്ട് നടത്തിക്കൊണ്ടിരിക്കുക. പക്ഷെ ഞാൻ വെളിപ്പെട്ടപ്പോൾ, ഞാൻ എന്ന വ്യക്തിത്വം വെളിപ്പെട്ടപ്പോൾ, ഞാൻ ഈ പറയുന്ന വാക്ക് അണ്ടർലൈൻ ചെയ്തോണം, ഞാൻ എവിടെ വെളിപ്പെടുന്നോ അവിടെ മാത്രമേ ഭയം വെളിപ്പെടുത്തൂ. എൻ്റെ ജോലി, എൻ്റെ ബിസിനസ്, എൻ്റെ ശുശ്രൂഷ, എൻ്റെ കുടുംബം, എൻ്റെ വരുമാന മാർഗം, എൻ്റെ ഭാര്യ, എൻ്റെ മക്കൾ,
എവിടെയെല്ലാം എൻ്റേത് ഞാൻ എന്ന് പറയുന്നോ അവിടെ ഞാനൊരു ചെറിയ വട്ടത്തിനകത്തോട്ട് പോവുക. ആ വട്ടത്തിനകത്ത് പിശാചിന് പേടി കൊണ്ടുവരാൻ സാധിക്കും. കൊണ്ടുവരാനുള്ള കാരണവും ഞാൻ ഇന്ന് കാണിച്ചു തരാം. ബിക്കോസ് പിശാചിന്റെ വീഴ്ച സംഭവിച്ചതും ഈ ഞാനിൽ കൂടെ തന്നെയാണ്. അപ്പം ചിലപ്പം നമുക്ക് തോന്നും അങ്ങനെയാണെങ്കിൽ അപ്പൊ എൻ്റെ കാര്യമൊന്നുമില്ല. എൻ്റെ കാര്യമെന്ന് ഞാൻ ചിന്തിക്കുന്നത് വളരെ മോശമായ ഒരു കാര്യമാണെന്നുള്ളതാണ് ഇന്നത്തെ ദൈവവചനത്തിൽ കൂടെ മനസ്സിലാക്കുന്നത്. നോക്കിയേ, എൻ്റെ മക്കൾ അവര് ഒരു ഹോട്ടലിൽ ഞാൻ പോകുമ്പോൾ, ഞങ്ങൾ ഒന്നിച്ച് ഒരു ഹോട്ടലിലേക്ക് കടന്നു പോവുകയാണെങ്കിൽ അവരുടെ കയ്യിൽ പേഴ്സില്ല, എൻ്റെ കയ്യിലാണ് പേഴ്സില്ല. പക്ഷെ എൻ്റെ കയ്യിൽ പേഴ്സ് ഉള്ളിടത്തോളം കാലം എൻ്റെ മക്കൾക്ക് അവർക്ക് ഇഷ്ടമുള്ള എന്ത് ഓർഡർ ചെയ്യാം. അവർക്ക് ലിമിറ്റേഷൻ ഇല്ല. ഞാൻ പറയുന്നത് വളരെ ശ്രദ്ധിച്ച് കേട്ടോണം. അവർക്ക് ലിമിറ്റേഷൻ ഇല്ല. എന്ത് ഐറ്റം ഓർഡർ ചെയ്താലും അത് അപ്പൻ പേ ചെയ്തോളും എന്നുള്ള ആ ഡീലിങ്ങിലാണ് അവർ പോകുന്നതെങ്കിൽ അവരുടെ കയ്യിൽ പേഴ്സില്ല, എൻ്റെ കയ്യിലാണ് പേഴ്സ്. എത്ര സാധനം വേണേലും അവർക്ക് കഴിക്കാം, എത്ര വേണേലും ഓർഡർ ചെയ്യാം, അവർക്കറിയാം അപ്പൻ അത് പേ ചെയ്യും. പക്ഷെ അതേ സ്ഥാനത്ത് കുറച്ച് വളർച്ച പറ്റിക്കഴിയുമ്പം, അവരുടെ കയ്യിൽ ഒരു പേഴ്സ് ആയി കഴിയുമ്പം, അവർ ഹോട്ടലിൽ പോകുമ്പോൾ അവർ ഓർഡർ ചെയ്യുന്ന കപ്പാസിറ്റി അവരുടെ പേഴ്സിന്റെ കപ്പാസിറ്റിയിലേ നിൽക്കത്തുള്ളൂ, അത് എൻ്റെ കപ്പാസിറ്റിയിലല്ല നിൽക്കുന്നത്. ഞാൻ ഈ പറയുന്ന ഉദാഹരണം എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ടെന്ന് അറിയത്തില്ല. ആ പേഴ്സ് അവന്റെ കയ്യിൽ ഒരു പേഴ്സ് ഉണ്ടെങ്കിൽ ആ പേഴ്സിനനുസരിച്ച് അതിനകത്ത് എത്ര കാശുണ്ടോ അത്ര മാത്രമേ അവന് കഴിക്കാൻ സാധിക്കത്തുള്ളൂ. പക്ഷെ അതിനു മുന്നേ അവന്റെ അപ്പൻ അവനെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുമ്പോൾ അവനൊന്നും അറിയണ്ടായിരുന്നു. അവന്റെ അപ്പന്റെ പേഴ്സിന്റെ കപ്പാസിറ്റി അനുസരിച്ച് അവന് കഴിക്കാൻ പറ്റും. നിങ്ങളും ഞാനും എൻ്റെ കഴിവ്, എൻ്റെ കുടുംബം, എൻ്റെ ശുശ്രൂഷ, എൻ്റെ ഉപവാസം, എൻ്റെ പ്രാർത്ഥന, എൻ്റെ എന്ന് ഒതുക്കുമ്പോൾ നിങ്ങളും ഞാനും അറിയാതെ ചെയ്യുന്ന ഒരു കാര്യമുണ്ട്. ചെറിയ ഒരു ഇട്ടാവട്ടത്തിനകത്ത് കിടന്ന് ഒതുങ്ങുക. എന്നിട്ട് അതിനകത്ത് കിടന്ന് ചിന്തിക്കുക, എങ്ങനെ ഞാൻ ഇതെല്ലാം മീറ്റ് ചെയ്യും. അതുകൊണ്ടാണ് ഞാൻ കൂരിരുൾ താഴ്വരയിൽ കൂടെ നടന്നു. ഞാൻ എവിടെ വന്നോ അവിടെ കൂരിരുളായി. ഞാൻ എവിടെ പൊങ്ങി വന്നോ അവിടെ താഴ്വരയായി. ഞാൻ എവിടെ പൊങ്ങി വന്നോ അവിടെ ഇരുട്ടായി. ഞാൻ എവിടെ പൊങ്ങി വന്നോ അവിടെ ഭയമായി. നമ്മുടെ ഭയങ്ങളെല്ലാം ഞാനെ ചുറ്റി ഓർത്തോണം. നമുക്കൊരിക്കലും അപ്പുറത്തെ വീട്ടുകാരന് എന്തെങ്കിലും പറ്റുമെന്ന് ഭയപ്പെടാറില്ല. No, all our fears are I-centered, me-centered. പക്ഷേ ഇത് തന്നെയാണ് ഇളയ പുത്രന് സംഭവിച്ചത്. അവരിൽ ഇളയവൻ അപ്പനോട് അപ്പ വസ്തുവിൽ എനിക്ക് വരേണ്ടിയ പങ്ക് എന്നെ ചെയ്യണം, തരണമേ. അത് 12-ാമത്തെ വാക്യം, ലൂക്കോസ് 15:12. നോക്കിയേ, അവൻ ചോദിക്കുക, വസ്തുവിൽ എനിക്ക് വരേണ്ടിയ പങ്ക് എനിക്ക് താ. നോക്കിയേ, അവിടം തൊട്ടാണ് അവന്റെ നാശം തുടങ്ങുന്നത്. മൂത്തപുത്രനെ നോക്കിയേ. മൂത്തപുത്രന്റെ കാര്യത്തിൽ ലൂക്കോസ് 15:28 ഇങ്ങനെയാ പറയുന്നത്. മൂത്തപുത്രൻ പറയുക, വായിച്ചേ. അപേക്ഷിച്ചു അവനോട്, ഇത്ര കാലമായി ഞാൻ നിന്നെ സേവിക്കുന്നു. നിന്റെ കൽപ്പന ഒരിക്കലും ഞാൻ ലംഘിച്ചിട്ടില്ല. ബിക്കോസ് ഹീ ഈസ് ഓൾസോ ഞാൻ ഫ്രെയിംവർക്കില്ല. ഞാൻ ഫ്രെയിംവർക്കിൽ നിൽക്കുന്ന ഒരാൾക്ക് ഒരിക്കലും സന്തോഷം ഉണ്ടാകത്തില്ല. മാത്രമല്ല, ഞാൻ ഫ്രെയിംവർക്കിൽ നിൽക്കുന്ന ആൾ എപ്പോഴും കമ്പാരിസനാണ്. നമ്മുടെ പല പേടികളും എവിടുന്നാ വരുന്നതെന്നറിയാവോ? നമ്മുടെ പല പേടികളും അസൂയയിൽ നിന്നാ വരുന്നത്. അവരുടെ മകളുടെ കല്യാണം നടന്നു, എൻ്റെ മകളുടെ എന്നാവും. അവർക്ക് ജോലി കിട്ടി, അവരുടെ മകന് ജോലി കിട്ടി, എൻ്റെ മകന്.
അവരുടെ കാര്യം ശരിയായി, എൻ്റെ കാര്യം. അപ്പം നമ്മളുടെ എല്ലാ പേടിയും ഞാനിൽ ഒതുങ്ങിയിരിക്കുന്നു എന്ന് മാത്രമല്ല, വി ആർ ഇൻ എ കമ്പാരിസൺ മോഡ്. മൂത്തപുത്രൻ കമ്പയർ ചെയ്യുക, അവന് നീ ഇത് കൊടുത്തു, എനിക്ക് നീ തന്നില്ല. അവന് ദേഷ്യം, അവന് പിണക്കം. അപ്പൻ പറയാ, മോനെ നീ എൻ്റെ കൂടെയാണേൽ എനിക്കുള്ളതെല്ലാം നിനക്കാണെന്ന് പറയുന്നതിന്റെ അർത്ഥം അവന് പിടികിട്ടിയില്ല. ആ അർത്ഥം അവന് പിടികിട്ടിയില്ല. അവൻ പിന്നെ ചെറിയ ഒരു സർക്കിളിനകത്ത് എൻ്റെ കഴിവ്, എൻ്റെ മിടുക്ക്, എൻ്റെ പ്രാർത്ഥന, എൻ്റെ ഉപവാസം, എൻ്റെ കുടുംബം, ആ സർക്കിളിനകത്ത് നിൽക്കുന്ന ഒരു വ്യക്തിയാണ് പേടിയിൽ അകപ്പെടുന്നത്. എന്നെ കേൾക്കുന്ന ദൈവ പൈതലേ, കൂരിരുൾ താഴ്വരയിൽ കൂടെ അവനല്ല എന്നെ നടത്തിയത്, ഞാനാ നടന്നത്. പക്ഷെ അങ്ങനെ നടക്കുമ്പോൾ അവിടെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമുണ്ട്. ഇനി എനിക്ക് അങ്ങനെ ഒരു അബദ്ധം പറ്റി, ഈ ഞാൻ വരുമോ? വരും. പക്ഷെ ആ ഞാൻ വരുന്ന സമയത്ത് എന്താ സംഭവിക്കുന്നതെന്നറിയാവോ? അവിടെ ഇടയനെ കാണാൻ സാധിക്കുന്നില്ല. എന്നാ കാര്യം? ഇരുട്ട. പക്ഷെ ഇരുട്ടിരിക്കുന്ന സമയത്ത് അവിടെ ഒരു വചനം വളരെ മനോഹരമായിട്ടുണ്ട്. കൂരിരുൾ താഴ്വരയിൽ കൂടെ നടന്നാലും ഞാനൊരു അനർത്ഥവും ഭയപ്പെടുകയില്ല, നീ എന്നോട് കൂടെ ഇരിക്കുന്നുവല്ലോ. നിന്റെ വടിയും കോലും എന്നെ ആശ്വസിപ്പിക്കും. ആ സമയത്തുണ്ടാകുന്നതാണ് വടിയും കോലും. നിങ്ങൾ ശ്രദ്ധിച്ച് കേട്ടോണേ. ഇടയന് അതിനെ പേര് നമുക്ക് വടിയെന്നും പറയാം, കോലെന്നും പറയാം, എന്ന് വേണമെങ്കിലും പറഞ്ഞു. പക്ഷെ അതിന് രണ്ട് ഉപയോഗങ്ങളുണ്ട്. ഇടയന്റെ കോൽ എങ്ങനെ ഇരിക്കുമെന്ന് വെച്ചാൽ, ഈ മേളിലത്തെ ഭാഗം ഇങ്ങനെ വളഞ്ഞിരിക്കും. നിങ്ങൾ ഈ സ്റ്റിക്ക് കണ്ടിട്ടുണ്ടോന്ന് അറിയത്തില്ല, ഈ വാക്കിംഗ് സ്റ്റിക്ക് കണ്ടിട്ടുണ്ടോ? വാക്കിംഗ് സ്റ്റിക്ക് പോലത്തെ ഒരു മേളിൽ ഒരു കേവ് കാണും. താഴത്തെ ഭാഗം ഫ്ലാറ്റ് ആയിരിക്കും, സ്ട്രെയിറ്റ് ഒരു വടി പോലെ ഇരിക്കും. അപ്പോ നിന്റെ വടിയും കോലും എന്നെ ആശ്വസിപ്പിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താന്ന് വെച്ചാൽ, ഈ കേവ് പോലെ ഇരിക്കുന്ന സാധനം എന്തിനാണെന്നറിയാവോ? ഈ പുല്ല് താഴെ കിട്ടും. പക്ഷേ ഈ പേടിക്കുന്ന സമയത്തുണ്ടല്ലോ, ഈ പുല്ലെന്ന് പറയുന്ന ഭൗമിക അനുഗ്രഹങ്ങളാണ്. ഈ പുല്ലെന്ന് പറയുന്ന നീ ചിന്തിക്കുന്ന കാറും, നീ ചിന്തിക്കുന്ന വീടും, നീ ചിന്തിക്കുന്ന മക്കളുടെ ഭാവിയുമാണ്. അത് സമൃദ്ധിയായി നൽകിക്കൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് എൻ്റെ കാര്യം എന്നാവുമെന്ന് ആദ്യം പിടിക്കുന്നത്. പക്ഷേ അങ്ങനത്തെ കൂരിരുൾ താഴ്വരയിലാകുമ്പോൾ ഈ നല്ല അപ്പൻ ചെയ്യുന്ന കാര്യമുണ്ട്. അവൻ എന്നാ ചെയ്യുന്നറിയാവോ? ഉയരത്തിൽ നിന്നുള്ള ഭക്ഷണം നിന്റെ അടുക്കൽ കൊണ്ടുവന്ന് തരും. അതിനാ ആ വടി. എത്ര പേർക്ക് മനസ്സിലാവുന്നുണ്ടെന്ന് അറിയത്തില്ല. ആ ഭക്ഷണം എന്നാന്നറിയാവോ? ഉയരത്തിൽ നിന്നുള്ള ഭക്ഷണം. അതാ നിങ്ങളിപ്പോൾ കേട്ടോണ്ടിരിക്കുന്നത്. അവന്റെ വചനമായ ഭക്ഷണം, അതാ നിങ്ങളിപ്പോൾ കേട്ടോണ്ടിരിക്കുന്നത്. ആ ഉയരത്തിൽ നിന്നുള്ള വടി, ഉയരത്തിലിരിക്കുന്ന ഫുഡ് അവൻ താഴെ വലിച്ചു കൊണ്ടുവന്ന ആടിന് കൊടുക്കും. ആശ്വാസം കിട്ടും. എന്നതാ ഉയരത്തിലുള്ള ഫുഡ്? ആ ഉയരത്തിലുള്ള ഫുഡാ പറയുന്നത്, മോനെ എൻ്റെ ചങ്കിലെ ചോര കൊടുത്താടാ ഞാൻ നിന്നെ മേടിച്ച്, നിന്റെ കാര്യമാണോടാ ഞാൻ നോക്കാതിരിക്കാൻ പോകുന്നേ. അതുകൊണ്ടാ വചനം പറയുന്നേ, ആ ഉയരത്തിലെ ഫുഡ് ലഭിക്കുമ്പോഴാണ് 1 യോഹന്നാൻ 4:18 പറയുന്ന വാക്യം നമ്മുടെ ജീവിതത്തിൽ നിറവേറാൻ തുടങ്ങും. വായിക്കാവോ? 1 യോഹന്നാൻ 4:18. Perfect love casteth out fear. വായിച്ചു. സ്നേഹത്തിൽ ഭയമില്ല, ഭയത്തിന് ദണ്ഡന ഉള്ളതിനാൽ തികഞ്ഞ സ്നേഹം. ആരുടെ സ്നേഹം? ഈ മേളീന്ന് ഈ ഫുഡ് താഴോട്ട് ഇറക്കി വരുമ്പം അത് കഴിക്കുമ്പം പിടികിട്ടും, എടാ മുഴുവൻ മഹിമയും ഊരി വെച്ചിട്ട് ചങ്കിലെ ചോര കൊടുത്ത് ഞാൻ അകപ്പെടാവുന്ന എല്ലാ സ്ഥാനങ്ങളിൽ നിന്നും എന്നെ വിടുവിച്ച്, ഇന്നലെയും എന്നെ പുൽപ്പുറത്തല്ലേ കിടത്തിയിരിക്കുന്നേ, ഇപ്പോഴും എന്നെ പുൽപ്പുറത്തല്ലേ കിടത്തിയിരിക്കുന്നേ, അവനാണോ എന്നെ കൈവിടാൻ പോകുന്നത്? ആ തികഞ്ഞ സ്നേഹം, ആ ഭക്ഷണം അകത്തോട്ട് കയറാൻ തുടങ്ങുമ്പം വചനം പറയുക, അതെനിക്ക് ആശ്വാസം. മാത്രമല്ല ആ വടിക്കൊരു റീസൺ ഉണ്ട്. ഈ നേരെ ഇരിക്കുന്ന സാധനം ഉണ്ടല്ലോ, അതെന്നാ ചെയ്യുമെന്നറിയാവോ? ഈ ട്രാക്ക് തെറ്റുമ്പോൾ അതിനെ കറക്റ്റ് ട്രാക്കിലോട്ടാണ്. ഇന്ന് രാവിലെ ഈ വചനം കേൾക്കുമ്പോൾ എന്നാ അറിയാവോ പറയുന്നത്? മോനെ
നിന്റെ കഴിവിലും നിന്റെ പേഴ്സിലും നീ ആശ്രയിച്ചാൽ നീ ഒരു ഇട്ടാവട്ടത്തിനകത്ത് കിടന്ന് ഓടത്തേ ഉള്ളൂ. പക്ഷേ തൻ്റെ മഹത്വത്തിൻ്റെ ധനത്തിനൊത്തവണ്ണം ഒരു പേഴ്സ് ഉണ്ട്. അതിൽ നീ ആശ്രയിച്ചാൽ you have infinite possibilities. I repeat, you have infinite possibilities. പിശാചിന്റെ തന്ത്രമാണ് നിങ്ങളെ എന്നെ ഞാൻ എന്ന ചെറിയ വട്ടത്തിനകത്ത് അടക്കിക്കളയുന്നത്. കണ്ടോ, അവരുടെ കാര്യം നടന്നു, നിന്റെ കാര്യം നടന്നില്ല. നിന്റെ മകളുടെ ഭാവി എന്നാവും, എന്റെ എന്നാവും. അവിടെയാണ് പിശാചിന് ഭയത്തിന്റെ വാതിൽ തുറക്കാൻ പറ്റുന്നത്. അതിന്റെ റീസൺ ഞാൻ കാണിച്ചു തരാൻ പ്രിയപ്പെട്ടവരെ. അവൻ വീണത് ഈ ഞാൻ എന്ന ഈ വാതിലിൽ തന്നെ അവൻ വീണത്. I will show it to you through the scriptures. ഇന്ന് ദൈവമക്കളെ അവൻ വീഴ്ത്താൻ നോക്കുന്നതും ആ വാതിലിൽ കൂടെ തന്നെയാണ്. ബിക്കോസ് അപ്പൻ ഒരിക്കലും കൂരിരുളിൽ നടത്തത്തില്ല. He will not. പച്ചയായ പുൽപ്പുറത്ത് നടത്തുന്നവനാണ്, സ്വച്ഛമാം ജലത്തിനരികത്തേക്ക് നടത്തുന്നവനാണ്. എന്റെ പ്രാണനെ അവൻ തണുപ്പിക്കുന്നവനാണ്. അവൻ ഒരിക്കലും എന്നെ അതിലോട്ട് നടത്തത്തില്ല. ഞാൻ എന്ന വ്യക്തിത്വം എപ്പ കയറി വരുന്നോ അപ്പോഴാ കൂരിരുൾ താഴും. ഞാൻ ഞാൻ കൂരിരുൾ താഴ്വരയിൽ കൂടെ ഞാൻ എപ്പോൾ വരുന്നോ അവിടെയാ കൂരിരുൾ താഴ്വര. പക്ഷെ ആ കൂരിരുൾ താഴ്വരയിൽ കൂടെ നടക്കുമ്പോഴും അവൻ എന്നെ കൈവിടത്തില്ല. അവന്റെ ഇടയന്റെ കോലുമായി അവൻ വന്ന് ഉയരത്തിലെ ഭക്ഷണം അവൻ താഴോട്ട് ഇറക്കി തന്നിട്ട് പറയും, മോനെ, എന്റെ പൂർണ്ണ സ്നേഹം, തികഞ്ഞ സ്നേഹം കൊണ്ടാണ് ഞാൻ നിന്നെ സ്നേഹിക്കുന്നത്. ആ തികഞ്ഞ സ്നേഹം അവൻ ഊട്ടിത്തരുമ്പോൾ, വായ്ക്കകത്തോട്ട് വെച്ച് തരുമ്പോൾ ഈ ഭയം പുറത്താവും. മാത്രമല്ല, ആ വടി കൊണ്ട് മോനെ നീ നിന്റെ ഇതിലോട്ട് പോകാതെ കറക്റ്റ് ചെയ്യും. അതുകൊണ്ടാ പറയുന്നത്, നിന്റെ വടിയും കോലും എന്നെ ആശ്വസിപ്പിക്കുന്നതുകൊണ്ട് ഞാൻ ഇനി പേടിക്കത്തില്ല. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഈ മർമ്മം ഇന്ന് പകൽ നിങ്ങളുടെ ഉള്ളിൽ കയറിയ, let me tell you, your life will never be the same. നിങ്ങളുടെ ജീവിതത്തിൽ ദുഷ്ടന് ഒരു കാര്യവും നിങ്ങളെ പേടിപ്പിക്കുവാനായിട്ട് സാധിക്കത്തില്ല. എന്നെ കരുതുന്ന ഒരു നല്ല അപ്പൻ എനിക്കുണ്ട്. എന്നെ സ്നേഹിക്കുന്ന ഒരു നല്ല അപ്പൻ എനിക്കുണ്ട്. അവൻ എന്നെ ഒരിക്കലും കൂരിരുളിൽ ഇടത്തില്ല. ഞാൻ ആ കൂരിരുളിലോട്ട് നടന്നത്. എന്റെ സ്വയം പൊങ്ങിയപ്പോഴാണ് ഞാൻ കൂരിരുളിലോട്ട് പോയത്. ഞാൻ പറഞ്ഞല്ലോ, എന്റെ മോൻ അവന്റെ കയ്യിൽ പേഴ്സ് ഇല്ലാത്തിടത്തോളം കാലം അവന്റെ ലിമിറ്റ് ഇൻഫിനിറ്റാ. അവൻ എത്ര വേണേലും ഓർഡർ ചെയ്യാം, അപ്പന്റെ ചുമതലയാ പേ ചെയ്യേണ്ടി. പക്ഷെ എപ്പോൾ അവന്റെ കയ്യിലേക്ക് ഇളയപുത്രൻ പറഞ്ഞു, എന്റെ ഭാഗം നീ താ, ആ ഭാഗവുമായിട്ട് പോയി കുറെ കഴിഞ്ഞപ്പോ പന്നിയുടെ ആഹാരം പോലും കിട്ടാതെയായി. എന്റേത് എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, എന്റേതിൽ കുരുങ്ങാതെ എന്റെ അപ്പനിന്റെ ആ പേഴ്സിൽ ആശ്രയിക്കുവാൻ, എന്റെ കഴിവിൽ ആശ്രയിക്കാതെ എന്റെ അപ്പന്റെ കഴിവിൽ ആശ്രയിക്കുവാൻ, എന്റെ കുടുംബം, എന്റെ മിനിസ്ട്രി, എന്റെ പ്രാർത്ഥന, എന്റെ ഏരിയ, എന്റെ ആത്മാക്കള്, നോ, ആത്മീകമായിട്ടും ശരി ഭൗതികമായിട്ടും ശരി, come on, break every barrier. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇത് രണ്ടും വളരെ ഫൈൻ ലൈനാണ്, നമ്മളത് മനസ്സിലാക്കണം. നോ, ഈ റിലേഷൻഷിപ്പിനെ തന്നെ രണ്ട് രീതിയിൽ മനുഷ്യന് നമുക്ക് ഇതിനെ തിരിച്ചറിയാം. നോ, ഈ വലിയ ഒരു അപ്പനുണ്ടെങ്കിൽ ഒരു മകന് വേണേ ചോദിക്കാം, ഞാൻ ആരാന്നറിയാവോ? ഞാൻ ഇന്ന ആളുടെ മകനാ. അതാ ഇളയപുത്രന് പറ്റിയത്. ഞാൻ ആരാന്നറിയാവോ? എനിക്ക് ഈ സ്വത്തൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ വലിയ ആളാവും. പക്ഷെ യഥാർത്ഥത്തിൽ അപ്പന്റെ സ്നേഹവും അപ്പന്റെ വലിപ്പവും തിരിച്ചറിയുന്നവൻ എന്നാ ചോദിക്കുമെന്നറിയാവോ? എൻ്റെ അപ്പൻ ആരാന്നറിയാവോ? ഇത് രണ്ടിനും വളരെ ചെറിയ ഗ്യാപ്പേ ഉള്ളൂ. പക്ഷെ ആ ചെറിയ ഗ്യാപ്പിൽ ജീവിതത്തിന്റെ വലിയ വ്യത്യാസങ്ങളുണ്ടാവും. ഞാൻ ആരാണെന്നറിയാവോന്നല്ല, എൻ്റെ അപ്പൻ ആരാണെന്നറിയാവോ. ബിക്കോസ് ഞാൻ ആരാണെന്നറിയാവോ എന്ന് ചോദിക്കുമ്പം
അപ്പന്റെ മകനാണേലും എൻ്റെ ഒരു ഞാൻ എവിടെയുണ്ട്. പക്ഷെ എൻ്റെ അപ്പൻ ആരാണെന്ന് അറിയാവോന്ന് ചോദിച്ചാൽ എൻ്റെ ഞാനിൻ്റെ സർക്കിളിലല്ല ഞാൻ കളിക്കുന്നത്. എൻ്റെ അപ്പൻ്റെ കഴിവിനൊത്തവണ്ണം, എൻ്റെ അപ്പൻ്റെ പ്രാപ്തിക്കൊത്തവണ്ണം, എൻ്റെ അപ്പൻ്റെ ധനത്തിനൊത്തവണ്ണം, എൻ്റെ അപ്പൻ്റെ ശക്തിക്കൊത്തവണ്ണം, എൻ്റെ അപ്പൻ്റെ ആരോഗ്യത്തിനൊത്തവണ്ണം. ഹി ഈസ് ഇൻഡിസ്പെൻസിബിൾ. അവനെ തോപ്പിക്കാൻ പറ്റത്തില്ല. എൻ്റെ അപ്പൻ ആരാണോ എന്ന് ചോദിക്കുന്ന മകൻ ഒരിക്കലും തോക്കത്തില്ല. അതുകൊണ്ടാ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയാൽ സമയമില്ലാത്തതുകൊണ്ട് ഞാൻ വായിപ്പിക്കുന്നില്ല. മാനസാന്തരപ്പെട്ട ഇളയപുത്രൻ പറഞ്ഞു, എൻ്റെ അപ്പന്റെ വീട്ടിൽ ഹിസ് ഫോക്കസ് ചേഞ്ച്ഡ്. ഞാൻ ആരാണെന്ന് അറിയാവോന്നല്ല, എൻ്റെ വസ്തുവകകൾ എന്നെ ഉണ്ടെന്നല്ല, എൻ്റെ അപ്പന്റെ വീട്ടിൽ എത്ര വേലക്കാർ. ഇപ്പോൾ എൻ്റെ അപ്പനാണ് ഇമ്പോർട്ടൻ്റ്, ഞാനല്ല. എൻ്റെ അപ്പൻ നല്ലവൻ, എൻ്റെ അപ്പൻ വലിയവനായതുകൊണ്ട്. ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, ഒരു ചെറിയ വട്ടത്തിനകത്ത് കളിക്കുന്ന നിർത്തി. ഞാനൊരു കാര്യം പറയാം. യു ആർ എ മാസ്റ്റർ പീസ്. അപ്പൻ സൃഷ്ടിച്ച ഒരു മാസ്റ്റർ പീസാണ് നിങ്ങൾ. നിങ്ങളെപ്പോലെ വേറൊരു വ്യക്തിയില്ല. നിങ്ങളുടെ ജീവിതത്തിൽ അപ്പൻ ചെയ്യാൻ ഉദ്ദേശിച്ചിരിക്കുന്ന കാര്യം വേറെ ആരുടെയും ജീവിതത്തിൽ ചെയ്യത്തില്ല. ആരുടെ അനുഗ്രഹം പിടിച്ചു പറിച്ച് നിനക്ക് തരത്തില്ല. നിനക്കവൻ ഒരുക്കി വെച്ചിട്ടുള്ളത് ഒരു കണ്ണും കണ്ടിട്ടില്ല, ഒരു കാതും കേട്ടിട്ടില്ല, ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ കൂടെ പോയിട്ടില്ല. പക്ഷെ ഞാൻ എപ്പോൾ കയറി വരുമോ അപ്പം ഭയത്തിന്റെ വാതിൽ തുറക്കും. അതുകൊണ്ടാണ് ഒരു വാക്യം നമുക്ക് വായിക്കാം. സങ്കീർത്തനം 4:7-8. കമ്പാരിസണിലാണ് നമ്മുടെ ഹൃദയം തകരുന്നത്. പക്ഷെ കമ്പാരിസണിൽ ഹൃദയം തകരരുത്. അപ്പനിലുള്ള ആശ്രയം നമ്മുടെ ഉള്ളിൽ വലിയ സന്തോഷം കൊണ്ടുവരും. പ്രിയപ്പെട്ടവരെ, സങ്കീർത്തനം 4:7-8 വായിക്കപ്പെടുന്നു, ശ്രദ്ധിക്കുക. ധാന്യവും വീഞ്ഞും വർദ്ധിച്ചപ്പോൾ, ശ്രദ്ധിച്ചേ, ധാന്യവും വീഞ്ഞും എനിക്കല്ല ഉണ്ടായത്. ആർക്കുണ്ടായി? ഹലോ, ആർക്കുണ്ടായി? അപ്പുറത്തെ വീട്ടുകാരന്, മറ്റേ നമ്മുടെ അമ്മമ്മയ്ക്ക്, മറ്റേ ആ അങ്കിളുടെ വീട്ടില്. അവർക്ക് ധാന്യവും വീഞ്ഞും ഉണ്ടായപ്പോൾ അവർക്കൊരു പ്രത്യേക സന്തോഷം ഉണ്ടായിരുന്നു. വായിച്ചേ. പക്ഷെ അവർക്കുണ്ടായതിലും അധികം സന്തോഷം എൻ്റെ അപ്പൻ എൻ്റെ ഹൃദയത്തിൽ തരാൻ സാധിക്കും. എന്താണെന്നറിയാവോ? അവന് കിട്ടിയതിനേക്കാളും വലിയ ചിലത് എൻ്റെ അപ്പ എനിക്ക് വേണ്ടി ഒരുക്കി വെച്ചിട്ടുണ്ടെന്നുള്ള കോൺഫിഡൻസ് ഉള്ളിൽ അങ്ങോട്ട് വരുമ്പോൾ അവന്റെ ധാന്യവും വീഞ്ഞും കണ്ട് ഞാൻ അസൂയപ്പെടത്തില്ല. അവന്റെ ധാന്യവും വീഞ്ഞും കാണുമ്പം പറയും, നിനക്ക് ഇത്ര ധാന്യവും വീഞ്ഞും കിട്ടിയിട്ടുണ്ടെങ്കിൽ എൻ്റെ അപ്പ എനിക്ക് അതിനേക്കാൾ ബെസ്റ്റ് ആയിട്ടുള്ളത് ചെയ്യുമെന്നുള്ള വിശ്വാസത്തിൽ, ആശ്രയത്തിൽ നിന്നൊരു സന്തോഷം ഉണ്ടാവും. പ്രിയപ്പെട്ടവരെ, ആ സന്തോഷത്തെ ആർക്കും തകർക്കാൻ സാധിക്കത്തില്ല. എത്ര പേർക്ക് ഇത് മനസ്സിലാവുന്നുണ്ടെന്ന് എനിക്കറിയത്തില്ല. മനസ്സിലാകുന്നവർക്കായിട്ട് ഞാൻ അപ്പായെ സ്തുതിക്കുക. വേറൊരാളുടെ ജീവിതത്തിൽ നടക്കുമ്പോൾ അസൂയ ഉണ്ടാകുന്നില്ല. പക്ഷെ ദൈവവചനത്തിൽ പറഞ്ഞിരിക്കുക, വേറൊരാൾക്ക് വീഞ്ഞും ധാന്യവും കൂടുമ്പോൾ അവർക്കൊരു സന്തോഷം ഉണ്ടാകുന്നില്ല. അതിനേക്കാൾ കൂടുതൽ വായിച്ചേ, യു വിൽ ഹാവ് ഗ്രേറ്റർ ജോയ് ദാൻ ദം. ഞാൻ പറയാം, അങ്ങനെ ഒരു സ്ഥലമുണ്ട്, അങ്ങനെ ഒരു സാധ്യതയുണ്ട്. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, ഞാനൊരു കാര്യം പറയാം. എൻ്റെ ജീവിതത്തിൻ്റെ ഒരു സാക്ഷ്യം ഞാൻ പറയാം. ഞാൻ ജോലി ചെയ്യാൻ തുടങ്ങിയപ്പോൾ വളരെ സാധാരണ നിലയിൽ നിന്നാണ് ഞാൻ ജോലി ചെയ്യാനായിട്ട് തുടങ്ങിയത്. ഞാൻ മിനിസ്ട്രി ചെയ്യാൻ തുടങ്ങിയപ്പോഴും വളരെ സാധാരണ ലെവലിൽ നിന്നാണ് എൻ്റെ മിനിസ്ട്രി തുടങ്ങിയത്. ഞാൻ ആ സമയത്തൊക്കെ പലപ്പോഴും എന്നെ ചുറ്റിൽ എനിക്കറിയാവുന്ന ഒരു വാക്ക് പറഞ്ഞാൽ എന്നെ പെട്ടെന്ന് ഉയർത്താവുന്ന, എൻ്റെ ജീവിതത്തിൽ ഒത്തിരി നന്മകൾ സൃഷ്ടിക്കാവുന്ന പല ഇൻഫ്ലുവൻസസ് ഉണ്ടായിരുന്നു. ഞാൻ പലപ്പോഴും ആഗ്രഹിച്ചിട്ടുണ്ട്, അവരെന്നെ സഹായിച്ചാലോ, അവരെനിക്ക് വേണ്ടി ഒന്ന് സംസാരിച്ചാലോ, അവരെനിക്കൊരു കാര്യം ചെയ്തു തന്നാലോ. പക്ഷെ അവരാരും ചെയ്യത്തില്ല.
ബാക്കി ചിലർക്ക് അത് ആ ഫേവർ കിട്ടുമ്പോൾ എൻ്റെ മനസ്സിൽ എപ്പോഴും തോന്നിയിട്ടുണ്ട്, അയ്യോ എനിക്കത് കിട്ടുന്നില്ലല്ലോ എന്ന്. പക്ഷെ ഞാൻ നിങ്ങളോട് ഒരു രഹസ്യം പറഞ്ഞുതരാം. എൻ്റെ ആ ജോലിയിൽ ഞാൻ അങ്ങനെ ആരെ ഒന്ന് പറഞ്ഞാൽ എൻ്റെ കാര്യം ശരിയാകുമെന്ന് ഞാൻ ആശ്രയിച്ചിട്ടുണ്ടോ, എന്നെ അവരുടെ മുന്നിൽ തന്നെ അപ്പൻ ഉയർത്തി. ഒരു സമയമായപ്പോൾ സാഹചര്യം മാറി, ഞാൻ അവർക്ക് നൽകുന്ന അവസ്ഥയിലേക്ക് എന്നെ എൻ്റെ അപ്പൻ ഉയർത്തി. ഞാൻ അവർക്ക് നൽകുന്ന അവസ്ഥയിലേക്ക് എൻ്റെ അപ്പൻ എന്നെ ഉയർത്തി. പക്ഷേ അപ്പോഴാണ് എനിക്ക് പിടികിട്ടിയത്, ഈ ഉയർച്ചയ്ക്ക് ആരും ക്ലെയിം എടുക്കാൻ പറ്റത്തില്ല. അവരൊരു പക്ഷെ പറഞ്ഞാൽ എനിക്ക് ഉയർച്ച കിട്ടിയിരുന്നെങ്കിൽ അവര് പറയും ഞാൻ കാരണം അവൻ ഉയർന്നതെന്ന്. പക്ഷെ ഇപ്പൊ പറയാൻ പറ്റത്തില്ല. ഞാൻ പറയട്ടെ, എൻ്റെ ജീവിതത്തിലെ എല്ലാ മേഖലകളിലും ഞാൻ അനുഭവിച്ച ഒരു കംഫർട്ടാണ്. എല്ലാവർക്കും ആരൊക്കെയോ ഉണ്ട് സഹായിക്കാനായിട്ട്, എനിക്കാരുമില്ലല്ലോ. അപ്പം പറയും, മോനെ ഞാനുണ്ടടാ. എൻ്റെ റെക്കമെൻഡേഷനേക്കാളും കൂടുതലാണോടാ വേറൊരാളുടെ റെക്കമെൻഡേഷൻ. ഞാനാടാ നിന്റെ റെക്കമെൻഡേഷൻ. എന്നെ കേൾക്കുന്ന ദൈവ പൈതലേ, സാക്ഷാൽ ദൈവമാണ് നിന്റെ റെക്കമെൻഡേഷൻ. ഒരു മനുഷ്യനിൽ ആശ്രയിക്കാതെ ദൈവമായിരിക്കട്ടെ നിന്റെ റെക്കമെൻഡേഷൻ. സാക്ഷാൽ സ്വർഗത്തിലെ ഈ പിതാവായിരിക്കട്ടെ നിന്റെ റെക്കമെൻഡേഷൻ. ഞാനൊരു കാര്യം പറയാം, അവൻ നിന്നെ ഉയർത്തുമ്പോൾ ആ ഉയർച്ചയുടെ 7 അയലൊക്കത്ത് ആർക്കും വരാൻ സാധിക്കത്തില്ല. And nobody can point a finger at you. അതുകൊണ്ട് ഞാൻ പറഞ്ഞത് അങ്ങനെ ഒരു സന്തോഷമുണ്ട്. പക്ഷെ ആ സന്തോഷത്തിന്റെ ബ്യൂട്ടി എന്താണെന്നറിയാമോ? വായിച്ച് ആ സന്തോഷം വരുന്ന വ്യക്തിക്ക് 8ാമത്തെ വാക്യം വായിച്ച്, ഞാൻ സമാധാനത്തോടെ കിടന്നുറങ്ങും. എപ്പോഴാണെന്നറിയാവോ? എനിക്ക് ധാന്യവും വീഞ്ഞും കിട്ടിയപ്പോഴല്ല. ഹലോ, എനിക്ക് ധാന്യവും വീഞ്ഞും കിട്ടിയിട്ടില്ല. അവർക്കാ ധാന്യവും വീഞ്ഞും കിട്ടിയേ. പക്ഷെ അവർക്ക് ധാന്യവും വീഞ്ഞും കിട്ടുമ്പോഴും എനിക്കറിയാം, ആ ധാന്യവും വീഞ്ഞിനേക്കാളും വലിയൊരു ആസ്തി എനിക്ക് കിട്ടിയിട്ടുണ്ട്. എനിക്കെൻ്റെ അപ്പയുണ്ട്. എന്നെ സ്നേഹിക്കുന്ന എൻ്റെ അപ്പ, എന്നെ കരുതുന്ന എൻ്റെ അപ്പ, എന്നെ നടത്തുന്ന എൻ്റെ അപ്പ, ഞാൻ ആ അപ്പായുടെ ഓമനയാണ്. ആമേൻ. അതിനേക്കാൾ എൻ്റെ അപ്പൻ ശ്രേഷ്ഠതയുള്ളവനാന്ന് ചിന്തിക്കുമ്പോൾ അവിടെ ഒരു വലിയ സന്തോഷം, അവരെക്കാൾ കൂടുതൽ സന്തോഷം നിങ്ങൾക്കും എനിക്കും ഉണ്ടാവും. ആ സന്തോഷത്തിൽ എന്നാ സംഭവിക്കും? ഞാൻ സമാധാനത്തോടെ കിടന്നുറങ്ങും. അവിടെ ഭയം വരത്തില്ല. നീ എന്നെ നിർഭയം വസിക്കും. അവരുടെ കാര്യം നടന്നു, ഇവരുടെ കാര്യം നടന്നു. പിശാചിനോട് പറ, അവരെക്കാൾ ബെസ്റ്റ് ആയിട്ട് എന്റെ കാര്യം നടക്കും. You know why? Because എനിക്കൊരു വലിയ അപ്പനുണ്ട്. ഞാൻ എൻ്റെ പേഴ്സണല്ല ആശ്രയിക്കുന്നത്, എൻ്റെ കഴിവിലല്ല ആശ്രയിക്കുന്നത്, എൻ്റെ നന്മയിലല്ല, എൻ്റെ വിശുദ്ധിയിലല്ല, എൻ്റെ ഗുണത്തിലല്ല ഞാൻ ആശ്രയിക്കുന്നത്. ഞാൻ എൻ്റെ അപ്പായിൽ ആശ്രയിക്കുന്നത്. അവൻ്റെ മഹത്വത്തിൻ്റെ ധനത്തിനൊത്തവണ്ണം, അവൻ്റെ കഴിവിനൊത്തവണ്ണം, അവൻ്റെ പ്രാപ്തിക്കൊത്തവണ്ണമാണ് എൻ്റെ ജീവിതത്തിലെ ഉയർച്ച. I am going to be lifted up according to the goodness of my Father and not according to my goodness. ഇന്ന് പകല വചനം കേൾക്കുമ്പോൾ തന്നെ എല്ലാ ജ്ഞാനും പൊട്ടട്ടെ, എല്ലാ പേടി പൊട്ടട്ടെ, എല്ലാ ഭയവും പൊട്ടട്ടെ യേശുവിന്റെ നാമത്തിൽ. Come on. You are the son of the Almighty God. You are the daughter of the Almighty God. പറ, എനിക്കൊരു വലിയ അപ്പനുണ്ട്. അവർക്ക് ധാന്യവും വീഞ്ഞവും ഒക്കെ കിട്ടിക്കാണും, പക്ഷെ അതിന്റെ പല മടങ്ങ് കൂടുതൽ നൽകാൻ തക്കവണ്ണം പ്രാപ്തനായ ഒരു നല്ല അപ്പനെ എനിക്ക് കിട്ടിയിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, ആ സന്തോഷത്തിൽ നീ നിർഭയം വസിക്കും. നിന്നെ ഒരു പേടിക്കും തൊടാൻ സാധിക്കത്തില്ല, ഒരു ഭയത്തിനും തൊടാൻ സാധിക്കത്തില്ല, ഒരു സംഘർഷത്തിനും തൊടാൻ സാധിക്കത്തില്ല. ഇന്ന് പകൽ പിശാചിന്റെ സകല കോട്ടകളും നിന്നെ ചുറ്റിയുള്ളത് തകരുകയാണ്. ഞാൻ കൂരിരുൾ താഴ്വരയിൽ കൂടി നടന്നാലും പേടിക്കത്തില്ല,
ഉയരത്തിലെ ഭക്ഷണം. നീ കഴിച്ചോണ്ടിരിക്കുന്നുണ്ടോ? ഈ ദിവസങ്ങളിൽ കഴിക്കുന്നില്ലേ? ഇതാ ഉയരത്തിലെ ഭക്ഷണം. ആ ഭക്ഷണം പറയുന്നത് എന്താണെന്നറിയാമോ? മോനെ, ഞാൻ നിന്നെ തികഞ്ഞ സ്നേഹത്താൽ സ്നേഹിച്ചിരിക്കുക. എന്റെ സ്നേഹം മാറത്തില്ല. വൈ ആർ യു വറീഡ്? ഈ ഭൂമിയിൽ അവൻ നിന്നെ പച്ചയായ പുൽപ്പുറത്തിലേ നടത്തും, സ്വസ്ഥതയുള്ള വെള്ളത്തിനരികത്തേക്കേ നടത്തും. സോ ഒന്ന് ഭക്ഷണം കൊടുത്തിട്ട് ഇന്ന് എന്നാ ചെയ്യുന്നറിയാവോ? ആ ഞാനെന്നുള്ള ട്രാക്ക് ഡീവിയേഷൻ ഇല്ലേ, അവിടുന്ന് തട്ടി മോനെ അതല്ല ഇങ്ങോട്ടോ എന്റെ ട്രാക്ക് വാ. നിങ്ങൾക്കറിയാവോ, നമ്മളെ പലപ്പോഴും പിശാച് പറഞ്ഞ് പറ്റിക്കാൻ നോക്കുന്നത്, അയ്യോ ഇപ്പൊ നിന്റെ കാര്യം എടാ, എന്റെ കാര്യം എന്നേക്കാൾ കൂടുതൽ ചിന്തിക്കുന്ന ഒരു അപ്പനുണ്ട്. ആ അപ്പനെ എനിക്ക് കിട്ടിയടാ. പിന്നെയാണോ എന്റെ കാര്യം നോക്കിക്കോ, ബെസ്റ്റായിട്ട് നടക്കും. എന്റെ കാര്യം എന്നറിയാവോ? നമ്മളെ എങ്ങനെയും ആ ഞാനിനകത്ത് അവൻ ഒതുക്കണം. കാരണം എന്താണെന്നറിയാവോ? അവന്റെ വീഴ്ചയുടെ കാരണം ഞാനാണ്. ആ ഞാനിനകത്താണ് ദുഷ്ടപിശാച് വീണത്. ആ ഞാനിന്റെ അകത്താണ് ഭയത്തിന്റെ വാതിൽ തുറക്കുന്നത്. ഇത് അപ്പൻ തുറക്കുന്നതല്ല, ഞാനിൽ വീഴുമ്പോൾ തുറക്കുന്ന വാതിലാ ഭയം. നമുക്കൊരു വാക്യം വായിക്കാം. ലൂസിഫർ എന്നറിയപ്പെടുന്ന ദുഷ്ടപിശാച് സാത്താൻ എങ്ങനെ ഉണ്ടായി? യെശയ്യാവിന്റെ പുസ്തകം 14-ാം അധ്യായം അതിന്റെ 12, 13, 14 വാക്യങ്ങൾ വായിക്കപ്പെടുമ്പോൾ ഞാൻ പറയുന്ന ഒരു വാക്ക് നിങ്ങൾ അണ്ടർലൈൻ ചെയ്യണം. ഞാൻ എത്ര പ്രാവശ്യം വരുന്നെന്നുള്ളത് അണ്ടർലൈൻ ചെയ്യണം. യെശയ്യാവിന്റെ പുസ്തകം 14-ാം അധ്യായം 12 തൊട്ട് 14 വരെയുള്ള വാക്യങ്ങൾ വായിക്കപ്പെടുന്നത് ശ്രദ്ധിക്കുക. ലൂസിഫർ അഥവാ പിശാച് അഥവാ സാത്താൻ എങ്ങനെ ഉണ്ടായി? എന്തുകൊണ്ട് ഈ ഞാൻ എന്ന ട്രാപ്പിനെ അവൻ ദൈവമക്കളുടെ അടുക്ക് ഉപയോഗിക്കുന്നു? അരുണോന്റെ പുത്രനായ ശുക്ര എന്ന് എഴുതിയിരിക്കുന്നത്. ഇംഗ്ലീഷ് ബൈബിളിൽ ഇറ്റ് ഇസ് ബ്യൂട്ടിഫുള്ളി റിട്ടൺ. ലൂസിഫർ എന്ന് തന്നെ എഴുതിയിട്ടുണ്ട്. നീ എങ്ങനെ ആകാശത്തിൽ നിന്ന് വീണു? അപ്പൊ ഈ പുള്ളി എവിടുന്നാ വീണത്? ആകാശത്തിൽ നിന്നാ വീണ. ഇനി അടുത്തത് പറയാൻ പോകുന്നത് ആ വീണന്റെ കാരണം വായിക്കപ്പെടുന്നു, ശ്രദ്ധിക്കുക. നീ എങ്ങനെയാ മോനെ വെട്ടേറ്റ് നിലത്ത് വീണത്? ശ്രദ്ധിച്ചേ, ഇപ്പോഴാണ് എന്തുകൊണ്ട് വീണെന്നുള്ളതിന്റെ കാരണം അവിടെ എഴുതിയിരിക്കുന്നത്. ഞാൻ എത്ര പ്രാവശ്യം വരുന്നെന്നുള്ളത് അണ്ടർലൈൻ ചെയ്തോണേ. ഞാൻ നമ്പർ 1, ഒന്നാമത്തെ ഞാൻ സ്വർഗത്തിൽ കയറും. എന്റെ അണ്ടർലൈൻ ചെയ്യും. ദൈവത്തിന്റെ നക്ഷത്രങ്ങൾക്ക് മീതെ വെക്കും. പയ്യ ഞാൻ അണ്ടർലൈൻ ഞാൻ. അടുത്തത് ഞാൻ അണ്ടർലൈൻ ഞാൻ. ഞാൻ അടുത്ത ഞാൻ അണ്ടർലൈൻ ഞാൻ എന്നല്ലോ നീ. ഇപ്പൊ എത്ര ഞാനുണ്ട്? ലുക്ക് അറ്റ് ഹൗ മെനി ഞാൻ, ലുക്ക് അറ്റ് ഹൗ മെനി ആയി. ആ ഞാനായിരുന്നു ദുഷ്ട പിശാചിന്റെ വീഴ്ചയുടെ കാരണം. ഞാൻ 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 വായിച്ച അടുത്ത വാക്യം വായിച്ച. എത്ര പേർക്ക് മനസ്സിലാവുന്നുണ്ട്? എവറി ടൈം ഐ ബിക്കം സെൽഫ് ഓറിയന്റഡ്. അയ്യടാ, നിന്റെ കാര്യം നടക്കത്തില്ലടാ, നിന്റെ കാര്യത്തെ കുറിച്ചൊന്നും ഭാരമില്ലടാ നിനക്ക്. എവറി ടൈം ഐ ബിക്കം സെൽഫ് ഓറിയന്റഡ്, ഐ ബിക്കം എ പ്രേ ഇൻ ദ ഹാൻഡ്സ് ഓഫ് സൈറ്റൻ. Be very careful, my dear brother, my dear sister. ഞാൻ ഇന്നും പറയാം, ആ ചെറിയ ഇട്ടാവട്ടത്തിൽ കളിക്കരുത്. അതുകൊണ്ടാണ് പൗലൂസ്, see how revelation oriented he is. നമുക്ക് ഈ വാക്യം വായിക്കുമ്പോൾ തോന്നും, ഓ ഇതൊക്കെ വലിയ ബുദ്ധിമുട്ടുള്ളത്. നോ, ഇതാണ് ഏറ്റവും മനോഹരമായ ജീവിതം പ്രിയപ്പെട്ടവരെ. ഗലാത്യർക്ക് എഴുതിയ ലേഖനം 2:20 ഗലാത്യർക്ക് എഴുതിയ ലേഖനം 2:20 പറയുക. ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ വേഴ്സ്. പൗലൂസ് പറയുക, വായിച്ചേ. ഞാൻ ക്രിസ്തുവിനോട് കൂടെ ക്രൂശിക്കപ്പെട്ടു. ഇനി ജീവിക്കുന്നത് ഞാനല്ല മോനെ,
ക്രിസ്തു ആയിരുന്നു ജീവിക്കുന്നത്. എന്നെ കേൾക്കുന്ന ദൈവ പൈതലെ, ഇന്ന് ഒരു തീരുമാനം എടുക്കണം. ദുഷ്ട പിശാചിനോട് പറയണം, എടാ ഞാനല്ല ജീവിക്കുന്നത്, ജീവിക്കുന്നത് എൻ്റെ അപ്പനാണ്. ഇനി ഞാൻ എൻ്റെ കഴിവനുസരിച്ചല്ല ഇനി എൻ്റെ ജീവിതം അനുഗ്രഹിക്കപ്പെടാൻ പോകുന്നത്. ഞാൻ ഉണ്ടായിട്ട് വേണ്ടേ? പൗലൂസിന്റെ വെളിപ്പാട് നോക്കിയാൽ പൗലൂസ് പറയാ, ഞാൻ ക്രിസ്തുവിന്റെ കൂടെ ക്രൂശിക്കപ്പെട്ടു, ഇനി ജീവിക്കുന്ന ഞാനല്ല, ഇനി ജീവിക്കുന്നത് എൻ്റെ അപ്പനാണ്, ക്രിസ്തുവാണ്. എന്ന് വെച്ചാൽ എൻ്റെ അപ്പനാ ജീവിക്കുന്നതെങ്കിൽ ഈ അപ്പൻ ഇതിനകത്ത് ജീവിക്കുമ്പോൾ, ഈ അപ്പൻ എന്നെ നടത്തുമ്പോൾ, ഈ അപ്പന്റെ ശബ്ദം കേട്ട് ഞാൻ നടക്കുമ്പോൾ, I will be blessed according to the potential of my heavenly Father. എൻ്റെ സർവശക്തനായ അപ്പന്റെ പൊട്ടൻഷ്യൽ അനുസരിച്ച് ഞാൻ അനുഗ്രഹിക്കുന്നു. പിശാചിന് എന്നെ ആഗ്രഹം എന്നറിയാമോ? എൻ്റെ ആ ചെറിയ പേഴ്സിനകത്ത് കിടന്ന് കളിക്കണമെന്നുള്ളതാണ്. പിശാചിനോട് പറയാം, അപ്പുറത്ത് ധാന്യവും വീഞ്ഞും ഒക്കെ കിട്ടിക്കാണും, പക്ഷെ അതിനേക്കാൾ വലിയത് എനിക്ക് കിട്ടിയിട്ടുണ്ട്. എൻ്റെ നിധി, എൻ്റെ ഉപനിധി എൻ്റെ അപ്പ. ആ അപ്പൻ എന്നെ നടത്തുമ്പോൾ I will have no shortage. I will have no shortage. ഞാനൊരു കാര്യം പറയാം, ഇനി അങ്ങനെ ഈ കൂരിരുൾ താഴ്വര സൃഷ്ടിച്ച ആരാന്നറിയാമോ? ഈ കൂരിരുൾ താഴ്വര സൃഷ്ടിച്ച ഞാനാ. കൂരിരുൾ താഴ്വരയിൽ കൂടെ ഞാൻ നടന്നാൽ ഞാൻ ഒരു അനർത്ഥവും ഭയപ്പെടുക. നിന്റെ വടിയും കോലും അവിടെ എൻ്റെ കൂടെ വന്ന് എന്നെ ആശ്വസിപ്പിച്ചു. പക്ഷേ ഇന്ന് പകൽ ഞാനൊരു കാര്യം പറഞ്ഞുതരാം. ഈ സത്യം തിരിച്ചറിഞ്ഞാൽ എന്നാ സംഭവിക്കാൻ പോകുന്നതെന്നറിയാവോ? ഇരുള് മാറും, ഇരുള് നിലനിൽക്കത്തില്ല, ഭയം മാറും, ഭയം നിലനിൽക്കത്തില്ല. മാത്രമല്ല, സങ്കീർത്തനം 23-ാം അധ്യായത്തിന്റെ 5-ാം വാക്യം അടുത്ത സ്റ്റെപ്പ് നിങ്ങളുടെ എൻ്റെ ജീവിതത്തിൽ നിറവേറാൻ തുടങ്ങും. അതെന്താണെന്നറിയാവോ? നിങ്ങളുടെ ശത്രുക്കളുടെ മുൻപാകെ അവൻ നിനക്കൊരു മേശയൊരുക്കും. ഇരുട്ട് മാറും ബ്രദർ, ഇരുട്ട് മാറും സിസ്റ്റർ. ഇന്ന് ഈ അപ്പന്റെ വലിപ്പം തിരിച്ചറിഞ്ഞാൽ ഇരുട്ട് മാറിയിരിക്കും. നിന്നെ ഭയപ്പെടുത്താൻ പറ്റത്തില്ല, നിന്നെ ഒതുക്കാൻ സാധിക്കത്തില്ല. ഞാനൊരു കാര്യം പറയാം, ഞാൻ എൻ്റെ സാക്ഷ്യം പറഞ്ഞല്ലോ. നിന്നെ അപ്പൻ ഉയർത്തുന്ന പോലെ ഈ ലോകത്തിലുള്ള ആർക്കും നിന്നെ ഉയർത്താൻ സാധിക്കത്തില്ല. ഒരു മനുഷ്യനിലും ആശ്രയിക്കരുത്, ഒരു വ്യക്തിയിലും ആശ്രയിക്കരുത്. അപ്പൻ നിന്നെ ഉയർത്തട്ടെ. എന്തിനാ കറക്ഷൻ തന്നെന്നറിയാവോ? അവിടെ കറക്റ്റ് ചെയ്തപ്പോ പിടികിട്ടി, ഷട ഇരുട്ട് വന്നത് ഞാൻ നടന്നപ്പോളാ, ഇപ്പൊ കറക്റ്റ് ട്രാക്കിലോട്ട് കൊണ്ടുവന്നു. എൻ്റെ അപ്പന്റെ ധനത്തിനൊത്തവണ്ണമാണ് ഇനി എൻ്റെ കാഴ്ചപ്പാട്. എൻ്റെ അപ്പനാ എൻ്റെ ഏറ്റവും വലിയ ആസ്തി. അപ്പൊ തന്നെ സംഭവിച്ചെന്നറിയാവോ? നിന്റെ ശത്രുക്കളുടെ മുൻപാകെ അവൻ എനിക്കൊരു വിരുന്ന്. അടുത്ത എന്നാ സംഭവിച്ചെന്നറിയാവോ? എൻ്റെ തലയെ അവൻ എണ്ണയാൽ അഭിഷേകം ചെയ്തു. Which means you are going to be anointed. ഞാനൊരു കാര്യം പറയാം. ഇളയപുത്രൻ ചിന്തിച്ചത് എന്താണെന്നറിയാമോ? ഇളയപുത്രൻ ചിന്തിച്ചത് he was dependent on അവന്റെ കിട്ടിയ സാധനത്തിൽ ഡിപ്പെൻഡന്റ് ആണ്. അവൻ ചിന്തിച്ച അതോടെ തീർന്നു, ഇനിയിപ്പോ ഒന്നുമില്ല. അവൻ ആശ്രയിച്ചു വന്നതെന്നറിയാമോ? വേലക്കാർക്കൊക്കെ ശാപ്പാട് ഫ്രീ കിട്ടുന്ന പോലെ ഒരു വേലക്കാരനായിട്ട് ചേർന്ന് അത് വേറെ കോട്ടായി വരുമല്ലോ. അപ്പൊ ആ ശാപ്പാട് ഫ്രീ കിട്ടുമെന്ന് ഓർത്താ വന്നത്. പക്ഷെ എന്നെ കേൾക്കുന്ന ദൈവ പൈതലേ, അപ്പൻ വലിയവനാണെന്നുള്ളത് തിരിച്ചറിഞ്ഞാൽ, എൻ്റെ അപ്പൻ ആരാന്നറിയാവോ എന്നുള്ളത് തിരിച്ചറിഞ്ഞാൽ, ശത്രുക്കളുടെ മുൻപാകെ, വേലക്കാരുടെ മുൻപാകെ പുതിയ ഉടുപ്പ് അവൻ നിന്നെ ഉടുപ്പിക്കും, പുതിയ മോതിരം കയ്യെ ഇടിക്കും, പുതിയ ചെരുപ്പ് അവൻ നിനക്ക് തരും. ആരാണ്ടോ നോക്കി വെച്ചിരുന്ന കാത്തിരുന്ന പ്രാർത്ഥനയുടെ മറുപടി നിന്റെ ജീവിതത്തിൽ വരും. അതാ പറഞ്ഞ, നിന്റെ ശത്രുക്കളുടെ മുൻപാകെ ഞാൻ നിനക്കൊരു വിരുന്നൊരുക്കും. കൊഴുത്ത കാളക്കുട്ടിയെ അടിച്ച് വിരുന്നൊരുക്കും. നിന്റെ തലയെ എണ്ണയാൽ അവൻ അഭിഷേകം ചെയ്യും. And you know what happens? എൻ്റെ പാനപാത്രം നിറഞ്ഞു കവിയും. ബിക്കോസ് ഇപ്പൊ ഞാൻ എൻ്റെ കഴിവിലല്ലേ ആശ്രയിക്കുന്നത്, എൻ്റെ മിടുക്കിലല്ലേ ആശ്രയിക്കുന്നത്, എനിക്ക് എൻ്റെ പരിമിതികളിലല്ല ആശ്രയിക്കുന്നത്, പരിമിതി ഇല്ലാത്ത എൻ്റെ പപ്പായിലാണ് ഞാൻ ആശ്രയിക്കുന്നത്.
അവിടെയാണ് പാനപാത്രം നിറഞ്ഞ് കവിയുന്നത്. നിന്നിൽ നിന്ന് കവിയുന്നത് ലോക ജനത വന്ന് പിടിച്ചെടുക്കും. അയ്യോ, ഇത്ര അനുഗ്രഹിക്കപ്പെട്ട മോനായത്. ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് ഓരോ ഹൃദയങ്ങളെ തുറക്കുന്നതിനാൽ സ്തോത്രം. ഞാൻ എന്റെ കുടുംബം, എന്റെ വീട്, എന്റെ ഭാര്യ, എന്റെ കുടുംബം. Now, come out of it. You have a great father. നിനക്കൊരു വലിയ അപ്പനുണ്ട്. ആ അപ്പനാ പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ നിധി. ഞാൻ ഇനി ഒരു കാര്യം പറയാം. ഇനി അഥവാ നിന്റെ മുന്നിൽ അങ്ങനെ ദുർഘടമായ എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടെങ്കിൽ എന്നാ നടക്കുമെന്നറിയാവോ? ഈ മുന്നത്തെ ഇരുൾ ഞാൻ സൃഷ്ടിച്ചതാ. പക്ഷെ യെശയ്യാവിന്റെ പുസ്തകം അതിന്റെ 45-ാം അധ്യായം അതിന്റെ 2ഉം 3ഉം വാക്യങ്ങൾ പറയുക. ഇവിടെ നോക്കിക്കോണേ, ഇടയൻ മുന്നിലും ഞാൻ പുറകിലുമാണെങ്കിൽ സംഭവിക്കുന്നത് എന്താണെന്നറിയാവോ? ഇനി അഥവാ എവിടെയായാലും ദുർഘടമായിട്ടുള്ള കാര്യങ്ങൾ മുന്നോട്ടുണ്ടെങ്കിൽ, അപ്പം മുന്നിലാണെങ്കിൽ, നോക്കിക്കോണേ, യെശയ്യാവ് 45-ന്റെ 2ഉം 3ഉം പറയുക. വായിച്ചേ. ഞാൻ നിനക്ക് മുൻപായി ചെന്ന് ദുർഘടങ്ങളെ എന്നെയും നിരപ്പാക്കും. ഈ ഞാൻ വേറെയാ, ഇത് ഞാനല്ല, ഇത് അവനാ. ആ ഞാൻ എന്റെ മുന്നിൽ നടന്നാലുണ്ടല്ലോ, ഈ ഞാൻ അവന്റെ പുറകെ നടന്നാലുണ്ടല്ലോ, ദുർഘടങ്ങളെ അവൻ നിരപ്പാക്കും. താമരവാതിലുകളെ അവൻ തകർക്കും. താമ്രവാദം, എനിക്കത് മലയാളം അത് ശരിക്കും കിട്ടിയില്ല. അയൺ ഗേറ്റ്സിനെ അവൻ തകർക്കും. ഇരുമ്പോടാമ്പുകളെ അവൻ കണ്ണിച്ചു കളയും. വായിച്ചേ. നിന്നെ പേർ ചൊല്ലി വിളിച്ചവൻ. അറിയേണ്ടതിന് ഞാൻ നിനക്ക്. ഇപ്പൊ ഒരു കാര്യമുണ്ട്. ഇരുട്ടെന്ന് പറഞ്ഞാൽ ആരാന്നറിയാമോ? ദുഷ്ട പിശാച. അതാ ഞാൻ പറഞ്ഞ കൂരിരുൾ താഴ്വര. അവന്റെ ഞാൻ എന്ന സർക്കിളിനകത്തായി ഈ ഇരുട്ടിരിക്കുന്നത്. ഇപ്പൊ അപ്പം പറയാം, മോനെ ഞാൻ നിന്റെ മുന്നിൽ നടന്ന എന്നാ ചെയ്യുമെന്നറിയാവോ? ആ ഇരുട്ടിന്റെ വായിച്ചേ ഇരുട്ടിൽ നിക്ഷേപങ്ങളുണ്ടല്ലോ, ഇവൻ കട്ടെടുത്ത് വെച്ചിരിക്കുന്ന നിക്ഷേപങ്ങള്, ആ ഇരുട്ടിലെ നിക്ഷേപങ്ങൾ ഞാൻ നിനക്ക് തരും. കമോൺ, ഏറ്റെടുക്കുന്നവർക്കായി സ്തോത്രം. എന്റെ അപ്പൻ എന്റെ മുന്നിൽ നടന്നാൽ പച്ചയായ പുൽപ്പുറത്തി നടത്തുമെന്ന് മാത്രമല്ല, സ്വച്ഛമായ വെള്ളത്തിനരികെ എന്നെ കിടത്തുമെന്ന് മാത്രമല്ല, എന്റെ പ്രാണനെ അവൻ തണുപ്പിക്കുമെന്ന് മാത്രമല്ല, ശത്രുക്കളുടെ മുൻപേ വിരുന്നൊരുക്കുമെന്ന് മാത്രമല്ല, എന്റെ തലയെ എണ്ണ കൊണ്ട് അഭിഷേകിക്കുമെന്ന് മാത്രമല്ല, ദുർഘടങ്ങളെ അവൻ നിരപ്പാക്കും. അയൺ ഗേറ്റ്സിനെ അവൻ പൊളിക്കും. മാത്രമല്ല, ഇരുട്ടിലുള്ള നിക്ഷേപങ്ങളെ he will give it to me. പ്രാർത്ഥിച്ചിട്ടാണോ? നോ. പൊസിഷനിങ്. ഇന്ന് പകൽ പൊസിഷനിങ് ചേഞ്ച് ആയ. Come on, leave your eye positioning and say, Appa, you are the center of my life. You are the center of my life. നീയാണ് എൻ്റെ ജീവിതത്തിൽ സെന്റർ. അവരുടെ ധാന്യവും വീഞ്ഞും വർദ്ധിച്ചു കാണും, പക്ഷെ അതിനേക്കാൾ വലിയ സന്തോഷം എനിക്കുണ്ട്. സർവശക്തനായ ദൈവം എൻ്റെ അപ്പായ. അവിടെ ഞാൻ സമാധാനത്തോടെ കിടന്നുറങ്ങും. വചനം പറയാ, യഹോവേ നീ അവനെ നിർഭയം വസിക്കുമാറാണ്. എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ടെന്ന് അറിയത്തില്ല. I am so excited today that the Holy Spirit is revealing why we go through fear. എപ്പോ ഒരു കാര്യത്തെ ഞാനെന്ന് നീ കയറി പിടിക്കുന്ന ഓർത്തോണം, പിശാചി ട്രാക്ക് തെറ്റിക്കുകയാണ്. ബിക്കോസ് ഞാനെന്ന് പിടിച്ചു കഴിഞ്ഞാൽ ഞാൻ ആ വട്ടത്തിനകത്ത് ഒതുങ്ങിപ്പോയി. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഞാൻ ആരാണെന്ന് അറിയാമോന്ന് ചോദിക്കുന്ന മകനും എൻ്റെ അപ്പൻ ആരാമെന്ന് ചോദിക്കുന്ന മകനും തമ്മിൽ വ്യത്യാസമുണ്ട്. ഇളയപുത്രൻ ആദ്യം മനസ്സിലായത് ഞാൻ ആരാണെന്നറിയാവോ? അവകാശി. ഗിവ് മീ മൈ പോർഷൻ, ഗിവ് മീ മൈ, എൻ്റെ സഭ എനിക്ക് താ, എൻ്റെ പൈസ എനിക്ക് താ, എൻ്റെ കുടുംബം എനിക്ക് താ, എൻ്റെ വീട് എനിക്ക് താ, എൻ്റെ കാർ എനിക്ക് താ. തീർന്നു, അതോടെ ക്ലോസ്, ചാപ്റ്റർ ക്ലോസ്. പക്ഷേ സുബോധം വെച്ചപ്പോ പിടികിട്ടി, എൻ്റെ അപ്പൻ ആരാന്നറിയാവോ? അപ്പൻ ആരാണെന്നറിയാവോ എന്ന് ചോദിച്ചപ്പോ
ശത്രുക്കളെ എല്ലാവർക്കും അസൂയക്കാരുടെ മുന്നിൽ അങ്ങോട്ട് വിരുന്നവനങ്ങോട്ട് ഒരുക്കി. ആരാണ്ട് നോക്കി വെച്ചിരുന്ന കൊഴുത്ത കാളയെ വെട്ടി ഇവനാ ബിരിയാണി കിട്ടിയത്. എന്റെ കേൾക്കുന്ന ദൈവ പൈതലെ, ഇന്ന് പകൽ എല്ലാ ഭാരത്തെയും കൊടഞ്ഞു കളഞ്ഞിട്ട് പറഞ്ഞ എനിക്കൊരു വലിയ അപ്പായുണ്ട്, എനിക്കൊരു നല്ല അപ്പായുണ്ട്. അവൻ പറയാ ദുർഘടങ്ങളെ നിനക്ക് മുന്നിൽ ദുർഘടം ഉണ്ടോ, അതിനെ അപ്പ ശരിയായിക്കോളുമെന്ന്. ഇരുമ്പ് താമര വാതിലുകളാണോ, അതിനെ പൊളിക്കും അവൻ, രണ്ടായി പൊളിക്കും. മാത്രമല്ല ഇരുട്ടിലെ ഗുപ്ത നിധികളെ നിന്റെ കൈ കൊണ്ടുവന്ന് ഇങ്ങനെ നിക്ഷേപിക്കും. എടുത്തോ മോനെ. ഓ വചനം പറയാ, നിന്റെ എന്റെ പാനപാത്രം നിറഞ്ഞ് കവിയും. ഈ ദിവസങ്ങളിൽ അത് നടക്കാൻ പോവുക. ഇത് ഇങ്ങനെ തന്നെ പോകത്തില്ല. ഞാനൊരു കാര്യം പറയാം, ഇന്നൊരു പക്ഷെ കോവിഡ് ആയിരിക്കും ലോകത്തെ ഭയപ്പെടുത്തുന്നത്, നാളെ ഒരു പക്ഷെ കോവിഡിൽ നിന്ന് ഉണ്ടാകാൻ പോകുന്ന റെസഷൻ ആയിരിക്കും ഭയപ്പെടുത്തുന്നത്. പക്ഷെ ഞാനൊരു കാര്യം പറയാം, അപ്പന്റെ പേഴ്സിൽ ആശ്രയിക്കുന്നവൻ, അപ്പനെ തന്റെ ധനമായി തിരിച്ചറിയുന്നവന് ഒരിക്കലും ഒരു കുറവും വരത്തില്ല. നീ നിർഭയം വസിക്കുമെന്ന് മാത്രമല്ല, നിനക്ക് ഇരുട്ടിലെ നിക്ഷേപങ്ങൾ വന്നോണ്ടേയിരിക്കും. നിന്റെ തലയെ അവൻ എണ്ണയാൽ അഭിഷേകം ചെയ്തു, ശത്രുക്കളുടെ മുൻപാകെ നിനക്ക് അവൻ ഒരു വിരുന്നൊരുക്കി, നിന്റെ പാനപാത്രം നിറഞ്ഞ് കവിഞ്ഞ് ഒഴുകി. മാത്രമല്ല ലാസ്റ്റ്, ഈ സങ്കീർത്തനത്തിന്റെ ലാസ്റ്റ് വാക്യം വളരെ മനോഹരമാണ്. അവസാനം ഈ ആടിന് പിടികിട്ടി, നന്മയും കരുണയും ഒക്കെ പുല്ല് തപ്പി ഞാൻ പോകണ്ട, ഞാൻ ഈ ആളുടെ വീട്ടിലിരുന്നാ മതി, എല്ലാം എന്നെ തേടി വന്നോളൂ. ഹല്ലേലൂയ. വായിച്ച 6ാമത്തെ വാക്യം കൂടെ വായിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. വായിച്ച്, നന്മയും കരുണയും. മറ്റേ ഇടയ്ക്ക് പുല്ലേ കിടന്ന് വെള്ളം കുടിച്ചോണ്ടിരിക്കുമ്പോ ഇടയ്ക്ക് ഭാവി എന്നാവോന്ന് ചിന്തിച്ചതാ ഇരുട്ടിലോട്ട് പോയത്. ഇപ്പൊ ബോധം വന്നു, ഇപ്പൊ ബോധമായി. ആ കൂരുകൾ താഴ്വരയിൽ അവന്റെ വടിയും അവന്റെ കോലും എന്നെ കറക്റ്റായിട്ട് ലീഡ് ചെയ്തതുകൊണ്ട് ഇപ്പൊ എനിക്കൊരു കാര്യം പിടികിട്ടി. എന്റെ ചെറിയ ഇട്ടാവട്ടത്തിൽ കളിക്കാനുള്ളവനല്ല ഞാൻ. നീ ചെറിയ ഇട്ടാവട്ടത്തിൽ കളിക്കാനുള്ളവനല്ല. സ്വന്തം തലയെ കൈവച്ച് പറഞ്ഞ, എടാ നീ ചെറിയ ഇട്ടാവട്ടത്തിൽ കളിക്കാനുള്ളവനല്ലടാ, നീ ദൈവത്തിന്റെ മകനാ, നീ ദൈവത്തിന്റെ മകളാ. You are going to work according to the potential of your heavenly Father. നിങ്ങൾ നോക്കിക്കേ, യേശു ഭൂമിയിലായിരുന്നപ്പോൾ എല്ലാം സമയമായി. യേശു നോക്കിക്കേ എപ്പോഴും പിതാവിനെയാ ഉയർത്തും. എൻ്റെ അപ്പൻ കാണിക്കുന്നത് ഞാൻ ചെയ്യും, എൻ്റെ അപ്പൻ പറഞ്ഞതാ ഞാൻ നിങ്ങളോട് പറഞ്ഞു തരും, ഞാൻ എൻ്റെ അപ്പായിൽ നിന്ന് എന്ത് കേട്ടോ ഞാൻ അതാ നിങ്ങൾക്ക് ചെയ്തു തരും. എൻ്റെ അപ്പൻ്റെ ഹിതം നിറവേറ്റുന്നതാണ് എൻ്റെ ഭക്ഷണം. നോക്കിക്കേ, എല്ലായിടത്തും നിങ്ങൾ നോക്കിക്കേ, അപ്പനെയാണോ മുൻനിർത്തിയത്, അപ്പനെയാണോ വില കൊടുത്തത്? അപ്പ നോക്കിക്കേ, ഹി ഈസ് ഗോഡ് ഹിംസെൽഫ്. നോക്കിക്കേ, ഫിലിപ്പിയർ 2 ആ വാക്യം കൂടെ നമുക്ക് വായിക്കാം. ഫിലിപ്പിയർ 2-ാം അധ്യായം അതിൻ്റെ 5 തൊട്ടുള്ള വാക്യങ്ങൾ 1 മിനിറ്റ് ഒന്ന് വായിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ഫിലിപ്പിയർ 2-ാം അധ്യായം 5 തൊട്ടുള്ള വാക്യങ്ങൾ വായിച്ചു. ക്രിസ്തുവേശുവിലുള്ള ഈ മനോഭാവം, ദിസ് മൈൻഡ്, ഈ മനോഭാവം. ഏതാ മനോഭാവം? താഴെ പറയുക, നിങ്ങളിലും ഉണ്ടായിരിക്കട്ടെ. അവൻ ദൈവമാണ്, അവൻ തന്നെ അവന്റെ ഗോഡ് ഹെഡിൽ നിന്ന് ആ അപ്പ താഴോട്ട് ഇറങ്ങി വന്നതാണ്. 3 ദൈവങ്ങളില്ല, പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവ് പറയുന്നത് ഏക ദൈവമാണ്. പക്ഷെ അവർ 3 ഡിഫറെന്റ് ഓഫീസിൽ വർക്ക് ചെയ്യുന്നു. എങ്ങനെ നിങ്ങൾക്കും എനിക്കും ഒരു ദേഹം, ദേഹി, ആത്മാവുണ്ടോ, ഇൻ ദ സെയിം വേ സിംഗിൾ ഗോഡ്, സെയിം ഗോഡ്, ഏക ദൈവം 3 ഓഫീസിൽ വർക്ക് ചെയ്യുന്നു. എന്നിട്ട് പോലും ആ ദൈവത്വത്തിൽ നിന്ന് മനുഷ്യനായി താഴെ വന്നുകൊണ്ട് വായിച്ചേ ഇരിക്കെ, ദൈവരൂപത്തിലായിരിക്കുന്ന ഒരു പാവവും അറിഞ്ഞിട്ടില്ല. പക്ഷെ ദൈവത്തോട് സമത്വം പിടിച്ചില്ല. എല്ലായിടത്തും പറയുമ്പോ എൻ്റെ അപ്പ പറഞ്ഞതാ ഞാൻ നിങ്ങളോട് പറയുന്നത്, എൻ്റെ അപ്പ കാണിക്കുന്നതാ ഞാൻ ചെയ്യുന്നത്, എൻ്റെ അപ്പായുടെ ഹിതം നിറവേറ്റുന്നതാണ് എൻ്റെ ആഹാരം, എൻ്റെ അപ്പ അയച്ചിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. യു ലുക്ക് അറ്റ് എവ്രിവെയർ അപ്പനെ ഉയർത്തുന്ന ഒരു പ്രതീതി നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. പക്ഷേ അങ്ങനെ ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത്? വായിച്ച് മുറുകെ പിടിച്ചുകൊള്ളാതെ, വിചാരിക്കാതെ ദാസരൂപമെടുത്ത് അപ്പനെ ഉയർത്തി, മനുഷ്യ സാദൃശ്യത്തിലായി അപ്പനെ തന്നെത്താൻ ഒഴിച്ച് വിളങ്ങി, തന്നെത്താൻ താഴ്ത്തി
മരണത്തോളം. ക്രൂശിലെ ക്രൂശ് മഹത്വം അതായിരുന്നു അപ്പന്റെ ആഗ്രഹം. ഈ സബ്മിറ്റഡ്. അടുത്ത വാക്യം വളരെ ഇമ്പോർട്ടന്റ്, വായിച്ചേ. അനുസരണമുള്ളവനായി തീർന്നു. അതുകൊണ്ട് അതുകൊണ്ടെന്നുള്ള വാക്ക് അണ്ടർലൈൻ ചെയ്തോ. എന്തുകൊണ്ട്? ബിക്കോസ് അവന്റെ അപ്പനായിരുന്നു. യേശു കാണിച്ചു അപ്പനാവില്ല. അപ്പൻ ആദ്യത്തെ സ്ഥാനം കൊടുക്കാവോ? അടുത്ത വാക്യം പറയാ. അതുകൊണ്ട് ദൈവവും അവനെ ഏറ്റവും മിഡിലായിട്ടല്ല, ഏറ്റവും സെക്കൻഡറി ആയിട്ടല്ല, ഏറ്റവും ഉയർത്തി സകല നാമത്തിനും മേലായ നാമം നൽകി. അങ്ങനെ യേശുവിന്റെ നാമത്തിങ്കൽ ഭൂലോകത്തെയും അധോലോകത്തെയും മുഴങ്കാലൊക്കെയും മടങ്ങുകയും എല്ലാ നാവും യേശുക്രിസ്തു കർത്താവെന്ന് പിതാവായ ദൈവത്തിന്റെ മഹത്വത്തിനായി ഏറ്റുപറയുകയും ചെയ്യേണ്ടി വരും. എന്നെ കേൾക്കുന്ന ദൈവ പൈതലെ, നിന്റെ അപ്പായിക്ക് നീ സ്ഥാനം കൊടുത്താൽ, നിന്റെ അപ്പനെ നീ മുന്നിൽ നടക്കാൻ അനുവദിച്ചാൽ, ഞാൻ ഒരു കാര്യം പറയാം, നിന്നെ അവനൊരു പ്രസ്ഥാനമാക്കി തീരും. നിന്നെ അവനൊരു പ്രസ്ഥാനമാക്കി തീരും. ഇന്ന് പകൽ ഞാൻ പ്രാർത്ഥിക്കാൻ പോവുക. സമയമായി. എല്ലാ കരങ്ങളും സ്ട്രെച്ച് ടുവേർഡ്സ് മീ ആൻഡ് വി ആർ ഗോയിങ് ടു പ്രേ. ഈ മെസ്സേജ് നിങ്ങൾ ഏത് മീഡിയത്തിൽ കൂടെ കേട്ടാൽ, ആ മീഡിയം ഏതായിക്കോട്ടെ, പക്ഷേ ഈ ദൈവവചനം നിങ്ങളെ വിടുവിക്കാൻ ശക്തിയുള്ളത്. ഇന്ന് പകൽ എല്ലാ ഭയങ്ങളും ഇന്ന് പകൽ മാറുന്ന പകലായി. എല്ലാ ആശങ്കകളും മാറുന്ന പകലായി. ഇന്ന് പകൽ ഇടയന്റെ വടിയും കോലും നിന്നെ കറക്റ്റ് ഡയറക്ഷനിലോട്ട് നടത്തുന്ന പകലായി. പിതാവേ, ഞാൻ പ്രാർത്ഥിക്കുന്ന യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് ഈ വചനം ശ്രദ്ധിക്കുന്ന ഓരോരുത്തരും എല്ലാ ഭയത്തിൽ നിന്നും ആശങ്കയിൽ നിന്നും വിടുവിക്കപ്പെടട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇന്ന് അയച്ചിരിക്കുന്ന ദൈവവചനം ഓരോ ഹൃദയത്തിലും നല്ല നിലത്ത് വീണ വിത്തായി 100 മേനി പ്രതിഫലം ഉണ്ടാക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ അപ്പ എന്ന ധനം ഞങ്ങൾ തിരിച്ചറിയാൻ പരിശുദ്ധാത്മാവെ ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് പകൽ ഓരോരുത്തരെയും അപ്പ അടുത്ത ലെവലിലേക്ക് കൊണ്ടുപോകുന്നതിനാൽ സ്തോത്രം. എല്ലാ ഇരുട്ടറകളും മാറുന്നതിനാൽ സ്തോത്രം. എല്ലാ ഭയങ്ങളും ആശങ്കകളും മാറുന്നതിനാൽ സ്തോത്രം. പിതാവേ, രോഗത്തിലായിരിക്കുന്നവർക്കായി പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ അത്ഭുത സൗഖ്യങ്ങളുണ്ടാകും. ശരീരത്തിൽ അത്ഭുത സൗഖ്യങ്ങളുണ്ടാകും. കോവിഡിൽ ഭാരപ്പെടുന്ന ആരെങ്കിലും ഞങ്ങളെ ശ്രദ്ധിക്കുന്നുണ്ട്, അല്ലെങ്കിൽ അവരുടെ റിലേറ്റീവ്സ് ആർക്കെങ്കിലും കോവിഡ് ഉണ്ടെങ്കിൽ പൂർണ്ണ സൗഖ്യം യേശുവിൻ്റെ നാമത്തിൽ കൽപ്പിക്കും. ഉച്ചിത്തല മുതൽ ഉള്ളങ്കാൽ പാദം വരെ പൂർണ്ണ ആരോഗ്യം ഓരോരുത്തരുടെയും ശരീരത്തിൽ ഉണ്ടാകും. സാമ്പത്തികമായി നിന്റെ മക്കളെ അനുഗ്രഹിക്കും. ഇന്ന് കേട്ട വചനം ഓരോരുത്തരുടെയും ജീവിതത്തിൽ പ്രായോഗികമാകുന്നതിനാൽ സ്തോത്രം. അങ്ങയുടെ വചനം ഒരിക്കലും വെറുതെ തിരികെ വരത്തില്ല. ഇന്ന് അയക്കപ്പെട്ടിരിക്കുന്ന വചനം ഓരോരുത്തരുടെയും ജീവിതത്തിൽ അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും വീര്യപ്രവർത്തികളാലും ഉറപ്പിക്കപ്പെടട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. വലിയ കാര്യങ്ങളപ്പാ അങ്ങ് ചെയ്യുന്നതിനാൽ സ്തോത്രം. മാനവും മഹത്വവും അങ്ങ് കരേറ്റുന്നു. യേശുവിൻ നാമത്തിൽ പിതാവേ, ആമേൻ.